എല്ലാവർക്കും നമസ്കാരം. കേരള ജിയോഗ്രഫിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് PK ലേണിങ്സിൻ്റെ ഭാഗമായിട്ട് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കേരളത്തിൻ്റെ ക്ലൈമറ്റ് തുടങ്ങി വെച്ചിട്ടുണ്ടായി. ക്ലൈമാറ്റിക് ഡിവിഷൻസ് ഓഫ് കേരള, കേരളത്തിൻ്റെ ക്ലൈമറ്റിനെ എഫക്റ്റ് ചെയ്യുന്ന ചില ഘടകങ്ങൾ, അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻസ് ഒക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയി. അന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു പോയൊരു കാര്യം, അടുത്ത ക്ലാസ്സിൽ നമ്മൾ സീസൺസ് ആയ കേരളത്തിൻ്റെ വിവിധ കാലാവസ്ഥകളെ പറ്റി ഡീറ്റെയിൽഡായിട്ട് പരിശോധിക്കും, മനസ്സിലാക്കുമെന്നായിരുന്നു. ഇത് ഞാൻ വാക്ക് പാലിക്കുന്നു. നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്ന മേഖല എന്നത് കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട ക്ലൈമറ്റുകളിൽ ഏതൊക്കെയാണ് ക്ലൈമറ്റുകളായിട്ട് വരുന്നത്, കാലാവസ്ഥകൾ എന്ന രീതിയിൽ നമ്മൾ ഡിവൈഡ് ചെയ്ത് പറയുന്നത് ആരെയൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ എസെൻഷ്യലി നമുക്കൊരു കേരളത്തിൻ്റെ ക്ലൈമറ്റ് 4 രീതിയിലുണ്ടെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. വി ഹാവ് 4 ഡിഫറെൻറ്റ് ക്ലൈമറ്റ് സോൺസ് ഇൻ കേരള. ഏതൊക്കെയാണ്? ഒന്ന്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നമുക്ക് വിൻ്റർ സീസണുണ്ട്. വി ഹാവ് എ സമ്മർ സീസൺ ഫോളോഡ് ബൈ ദി വിൻ്റർ. അത് കഴിഞ്ഞിട്ടൊരു മൺസൂൺ കാലഘട്ടമുണ്ട്, പ്രധാനപ്പെട്ട മൺസൂണായ സൗത്ത് വെസ്റ്റ് മൺസൂൺ. പിന്നെ നമുക്കൊരു നോർത്ത് ഈസ്റ്റ് മൺസൂൺ ഉണ്ട്, ഒരു റിട്രേറ്റിംഗ് മൺസൂൺ. ഇങ്ങനെ 2 മഴക്കാലവും ഒരു വേനൽക്കാലവും ഒരു ശൈത്യകാലവും അടങ്ങുന്നതാണ് കേരളത്തിൻ്റെ കാലാവസ്ഥയിലെ ഡിവിഷൻസ് എന്ന് പറയുന്നത്. ഇതിൽ കേരളത്തിൻ്റെ ഈ ഒരു കാലാവസ്ഥയ്ക്ക് കാരണമാവുന്ന ഘടകങ്ങളെയൊക്കെ നമ്മൾ കുറേ കഴിഞ്ഞ ക്ലാസ്സിൽ ഒക്കെ നമ്മൾ പറഞ്ഞു പോയതാണ്. എന്നിരുന്നാലും ഇവിടെയും നമുക്ക് മനസ്സിലാക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. കേരളത്തിന് വിൻ്റർ താരതമ്യേന ഡ്രൈ ആണെന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കും സമ്മറിനേക്കാൾ. കാരണം സമ്മറിൽ 2 കാര്യമുള്ളത്. ഒന്ന്, ഇവോപ്പറേഷൻ കാര്യമായിട്ട് നടക്കും, ബിക്കോസ് എക്സ്റ്റെൻസീവായിട്ട് സൂര്യപ്രകാശം കിട്ടുന്ന സമയമാണ്. സൂര്യപ്രകാശം നല്ലപോലെ കിട്ടുന്നത് കൊണ്ട് തന്നെ നിലവിലുള്ള ജലസ്രോതസ്സുകളിൽ നിന്നുള്ള ഇവോപ്പറേഷൻസ് നടക്കും. അതുപോലെ കേരളം ഒരു കോസ്റ്റൽ സ്റ്റേറ്റ് ആയതുകൊണ്ട് ആ തീരദേശത്ത് കടലിനോട് അടുത്തായി നമ്മൾ കിടക്കുന്നതുകൊണ്ട് കടലിൽ നിന്നുള്ള ഇവോപ്പറേഷനും നടക്കുന്നുണ്ടാവും. സോ ഇവോപ്പറേഷൻ എക്സ്റ്റെൻസീവായിട്ട് സമ്മറിൽ കാണാൻ പറ്റുന്നത് ആക്ച്വലി അന്തരീക്ഷത്തിൽ എന്ത് കൂട്ടും, മോയ്സ്ചറിൻ്റെ കണ്ടൻറ്റ് കൂട്ടുന്നതിന് കാരണമാവും. എന്നാൽ വിൻ്ററിൻ്റെ സാഹചര്യം പരിശോധിച്ചാൽ വിൻ്ററിൽ ഈ പറഞ്ഞ ഒരു പരിപാടിയും നടക്കത്തില്ല. വിൻ്ററിൽ താരതമ്യേന കുറവായി സൂര്യപ്രകാശത്തിൻ്റെ കടന്നുവരവ്, അല്ലെങ്കിൽ എക്സ്റ്റെൻസീവായിട്ടുള്ള സൂര്യപ്രകാശം കടന്നു വരുന്നത് ഇവിടെ കുറവായിരിക്കുന്ന സാഹചര്യം ഉണ്ടാവും സമ്മറിനെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത്. അതുകൊണ്ട് തന്നെ അത്ര കണ്ട് ഇവോപ്പറേഷൻ റേറ്റ് നമുക്കിവിടെ കാണാൻ പറ്റില്ല. വിൻ്റർ സീസണിൻ്റെ കാര്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് വിൻ്റർ കുറച്ചുകൂടി ഡ്രൈ ആയിട്ട് നിലനിൽക്കുന്നത്. പിന്നെയുള്ളത് നമ്മുടെ മഴക്കാലമാണ്. ഈ മഴക്കാലത്തിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഇതിന് പ്രധാനമായിട്ട്, അല്ലെങ്കിൽ മഴക്കാലം കേരളത്തിന് ഇത്രയും പ്രകടമായി അനുഭവിക്കാൻ സാധിക്കുന്നതിൻ്റെ പ്രധാന കാരണക്കാരൻ നമ്മുടെ പശ്ചിമഘട്ടമാണ് കേട്ടോ, നമ്മുടെ വെസ്റ്റേൺ ഘട്ട്സ് ആണ്. ദി വെസ്റ്റേൺ ഘട്ട്സ് ഓഫ് കേരള. വെസ്റ്റേൺ ഘട്ട്സ് എന്ന പർവ്വതനിര അല്ലെങ്കിൽ എസ്കാർപ്മെൻറ്റ് അതില്ലായിരുന്നുവെങ്കിൽ കേരളത്തിൻ്റെ ഭാഗത്തൂടെ കടന്നു വരുന്ന ഈ മൺസൂൺ കാറ്റുകൾ ഈ പശ്ചിമഘട്ടത്തിൻ്റെ പർവ്വതനിരകളിൽ തട്ടി നിന്നിട്ടാണ് കേരളത്തിൽ മഴയായി പെയ്യുന്നത്. ശരിയല്ലേ? കേരളത്തിൽ മഴയായി പെയ്യുന്നത്. അങ്ങനെ ഒരു തടസ്സപ്പെടുത്തൽ, ഒരു നാച്ചുറൽ ബാരിയർ എന്ന സാഹചര്യം കേരളത്തിന് ഇല്ലായിരുന്നുവെങ്കിൽ എന്തുണ്ടാവില്ലായിരുന്നു? കേരളത്തിൽ ഇത്രയും എക്സ്റ്റെൻസീവായിട്ട് റെയിൻ ഫോർമേഷൻ നമുക്ക് കാണാൻ പറ്റില്ലായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. പക്ഷെ നിലവിൽ സാധിക്കുന്നുണ്ട്, അതിനെ സഹായിക്കുന്നുണ്ട് പശ്ചിമഘട്ടമാണ്. ഇതാണ് ഞാൻ ഇന്നലത്തെ ക്ലാസ്സിൽ, അല്ലെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിൽ കാര്യമായിട്ട് പറഞ്ഞത്, എക്സ്റ്റെൻസീവായിട്ട് പറഞ്ഞത്. നമ്മുടെ ഫിസിയോഗ്രഫിയാണ് കേരളത്തിൻ്റെ ക്ലൈമറ്റ് സ്വാധീനിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഘടകം, അല്ലെങ്കിൽ റോള് വഹിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. ഇനി നമ്മൾ സീസണുകൾ പരിഗണിക്കുമ്പോൾ, ഒന്ന് വിൻ്റർ സീസൺ നമ്മൾ പറയും. നമുക്ക് ഓരോന്നോരോന്നേക്ക് പോകും. വിൻ്റർ സീസൺ എന്ന് പറയുന്നത് ഡിസംബർ മുതൽ ഫെബ്രുവരി വരെ വരുന്നൊരു സാഹചര്യമാണ് നമുക്ക് വിൻ്റർ സീസണിൽ കാണാൻ പറ്റുക. അതുപോലെ സമ്മർ ആണെങ്കിലോ അത് കഴിഞ്ഞിട്ട് ഫെബ്രുവരി കഴിഞ്ഞ് പിന്നെ മാർച്ച്, ഏപ്രിൽ, മെയ് എന്ന 3 സമയം നമുക്ക് 3 മാസവും സമ്മറാണ്. അത് കഠിനമായ ചൂടനുഭവിച്ച് എന്താ പറയുക, സഹിച്ച് ജീവിക്കേണ്ട ഒരു സമയമാണ് ഈ സമ്മർ സീസൺ. അത് കഴിഞ്ഞ് വരുന്നത് സൗത്ത് വെസ്റ്റ് മൺസൂൺ എന്ന് പറയുന്ന കാലഘട്ടമാണ്, വിച്ച് ഇസ് ദി മെയിൻ റെയിനി സീസൺ ഇൻ കേരള. അബൌട്ട് 70% അല്ലെങ്കിൽ അതിലും കൂടുതൽ 70%ഓ അതിൽ കൂടുതലോ കേരളത്തിന് കിട്ടുന്ന ടോട്ടൽ റെയിൻഫോളും റിസീവ് ചെയ്യുന്ന ഈ സൗത്ത് വെസ്റ്റ് മൺസൂൺ ആണെന്നുള്ളതാണ്.
ഓക്കെ, അപ്പോൾ ആ സൗത്ത് വെസ്റ്റ് മൺസൂൺ എന്ന് വിളിക്കുന്ന മറ്റൊരു പേരാണ് ഇടവപ്പാതി എന്ന് നമ്മൾ പറയും. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ബിക്കോസ് ചോദ്യ പേപ്പറിൽ ഇത് കണ്ടിട്ടുണ്ട്. കേരളത്തിൻ്റെ ഏറ്റവും എക്സ്റ്റെൻസീവായിട്ട് റെയിൻ കിട്ടുന്ന സാഹചര്യത്തെയാണ് നമ്മൾ തുലാവർഷം എന്ന് വിളിക്കുന്നത് എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് ഒരു ഡിഗ്രി ലെവൽ എക്സാമിന് മെയിൻസ് എക്സാമിനേഷന് കണ്ടു. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മഴയെ വിളിക്കുന്ന പേര് സൗത്ത് വെസ്റ്റ് മൺസൂൺ എന്നറിയാം. ഇനി എങ്ങാനും സൗത്ത് വെസ്റ്റ് മൺസൂണിനെ ആണോ തുലാവർഷം എന്ന് വിളിക്കുന്നത് എങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാവും. അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മളിത് വായിക്കുമ്പോൾ ഈ വർഷമൊക്കെ കാണുമ്പോൾ നമ്മൾ മഴയുമായിട്ട് ബന്ധപ്പെട്ടത് ശരിയാണെന്നൊക്കെ വിചാരിക്കുമെങ്കിൽ തെറ്റി. തുലാവർഷം എന്നത് നോർത്ത് ഈസ്റ്റ് മൺസൂൺ റിട്രീറ്റിംഗ് മൺസൂണായ രണ്ടാമത്തെ മൺസൂൺ കാലഘട്ടത്തെ സൂചിപ്പിക്കുന്നതാണ് തുലാവർഷം. കാരണം തുലാമാസത്തിലാണ്, മലയാള മാസം തുലാം. ഇതെപ്പോഴാണ്? ഇത് ഇടവമാണ്. സൗത്ത് വെസ്റ്റ് മൺസൂൺ എന്ന് പറയുന്നത് ജൂൺ 1-ാം തീയതി കേരള കോസ്റ്റ് ടച്ച് ചെയ്യുന്ന മഴയാണ്. ജൂൺ എന്നത് പറയുന്നത് ഇടവം 15-ഓ 16-ഓ ഒക്കെ ആയിട്ട് വരുന്ന സാഹചര്യമാണ്. ഇതിലേതെങ്കിലും ഒന്ന് വരും ഇടവം. അതായത് ഇടവ മാസം ഏകദേശം പകുതിയോടുകൂടി കേരളത്തിലേക്ക് എത്തുന്ന മഴയാണ് ഈ സൗത്ത് വെസ്റ്റ് മൺസൂൺ എന്നുള്ളത് കൊണ്ട് ഇതിൽ വിളിക്കുന്ന പേരാണ് ഇടവപ്പാതി. ക്ലിയർ ആവുന്നുണ്ടോ? അതുകൊണ്ടാണ് ഇവൻ എന്ത് വിളിക്കുന്നത്? ഇടവപ്പാതി എന്ന് വിളിക്കുന്നത്. ഇനി നിങ്ങളെന്തായാലും വർഷം മഴ എന്നതുമായിട്ട് കണക്ട് ചെയ്ത് പറയണമെങ്കിൽ ഇവന് വേറൊരു പേര് കൊടുത്തോ. എന്ത് കൊടുത്തോ? കാലവർഷം എന്ന് വിളിച്ചോ. ഇത് വിളിക്കാം, കാലവർഷം എന്ന് വിളിക്കാം. അപ്പോൾ ഇടവപ്പാതി എന്നോ കാലവർഷം എന്നോ അറിയപ്പെടുന്നത് ആര് തന്നെയാണ്? സൗത്ത് വെസ്റ്റ് മൺസൂൺ. ഇപ്പോൾ കാല എന്ന് പറഞ്ഞാൽ കറുപ്പല്ലേ, അങ്ങനെ ഒരു ആലോചിച്ചു. കാല കറുപ്പ്. കാരണം ഈ മഴ പെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ നന്നായിട്ട് മഴ പെയ്യണമെങ്കിൽ ഇഷ്ടംപോലെ നമുക്ക് എന്ത് വേണം? ക്ലൗഡ്സ് വേണം, കാർമേഘം വേണം. അപ്പോൾ അതുകൊണ്ട് കാർമേഘം, കാല വർഷം, ഏറ്റവും കൂടുതൽ കാർമേഘമുള്ള വർഷ സമയമാണ് സൗത്ത് വെസ്റ്റ് മൺസൂൺ. അതുകൊണ്ട് അതിനെയാണ് നമ്മൾ കാർമേഘം അല്ലെങ്കിൽ കാലവർഷം എന്നുള്ള രീതിയിൽ പറയുന്നതെന്ന് ആലോചിച്ചാലും മതി. ഇത് ജൂൺ മുതൽ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ വരെയുള്ള മാസങ്ങളിലായി നമുക്ക് കാണാൻ പറ്റും. അത് കഴിഞ്ഞ് വരുന്നത് നോർത്ത് ഈസ്റ്റ് മൺസൂണാണ്. തുലാവർഷം എന്ന് വിളിക്കുന്ന നോർത്ത് ഈസ്റ്റ് മൺസൂൺ ഒരു നവംബർ, ഡിസംബർ നമുക്ക് എടുക്കണ്ട, ഡിസംബർ ഒന്നും വരത്തില്ല. നമുക്കൊരു ഒക്ടോബർ പകുതിക്ക് ശേഷം തുടങ്ങി നവംബർ വരെ, ഓക്കെ, നവംബർ വരെ എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്ന തരത്തിലുള്ള മഴക്കാലമാണ്. നമ്മുടെ നോർത്ത് ഈസ്റ്റ് മൺസൂൺ എന്ന് നമ്മൾ വിളിക്കുന്നതെന്ന് കൂടി മനസ്സിലാക്കിയിരുന്നു. ഇത്രയേ ഉള്ളൂ സംഭവം. ഇതാണ് നമ്മുടെ 4 പ്രധാനപ്പെട്ട സീസണുകൾ എന്നുള്ളതാണ്. 4 പ്രധാനപ്പെട്ട സീസണുകൾ. അതിൽ നമുക്ക് ഓരോന്നോരോന്നായിട്ട് പരിശോധിക്കാം അല്ലേ, ഡീറ്റെയിൽ ആയിട്ട് പോകാം. ഇപ്പോൾ വിൻ്റർ സീസൺ, ഇപ്പോൾ ഈ ബാക്കി സീസണിനെ പറ്റി ഒരുപാട് നമ്മൾ മനസ്സിലാക്കാനില്ല. അപ്പോൾ നമ്മുടെ മഴക്കാലമൊക്കെ നമുക്ക് മെയിനായിട്ട് ചോദ്യം വരുന്നത് ഈ സീസണുകളിൽ നിന്ന് അല്ലെങ്കിൽ ക്ലൈമറ്റിൽ നിന്നും മെയിനായിട്ട് മഴ വരുന്നതെന്ന് പറയുമ്പോൾ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട മൺസൂണുമായിട്ട് ബന്ധപ്പെട്ട കൂടുതലും ചോദ്യം വരും. അല്ലാത്തതുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ അധികം ചോദ്യം കണ്ട് വരാറില്ല. എന്നിരുന്നാലും നമുക്ക് നോക്കാം. വിൻ്റർ സീസണിൻ്റെ കാര്യത്തിൽ ഇറ്റ് സ്റ്റാർട്ട്സ് ബൈ ദി വിഡ്രോവൽ ഓഫ് ദി നോർത്ത് ഈസ്റ്റ് മൺസൂൺ. ശരിയാണ്, കാരണം നമ്മുടെ നോർത്ത് ഈസ്റ്റ് മൺസൂൺ വിഡ്രോ ഒക്കെ ചെയ്ത് വിഡ്രോ ചെയ്ത് നിൽക്കുന്ന സാഹചര്യത്തിലാണ് ആരുടെ കടന്നുവരവ്? വിൻ്റർ സീസണിൻ്റെ കടന്നുവരവ്. ദാറ്റ് ഈസ് ഫ്രം ദി മന്ത് ഓഫ് നവംബർ ടിൽ ദ മിഡിൽ ഓഫ് ഫെബ്രുവരി. നവംബറിൽ ഓൺസെറ്റ് ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാനേ ഉള്ളൂ. നവംബർ പകുതിയൊക്കെ കഴിഞ്ഞു, നവംബർ എൻ്റെയൊക്കെ ആകുമ്പോഴേ ഉള്ളൂ. എസെൻഷ്യലി പറയാൻ ഡിസംബറിലേ ഉള്ളൂ. എന്നാലും വേണമെങ്കിൽ നമുക്ക് പറയാം നവംബർ എൻ്റെയൊക്കെ ആകുമ്പോൾ അതിൻ്റെ ഒരു ഓൺസെറ്റ്, വിൻ്ററിൻ്റെ ഒരു ഓൺസെറ്റ് പറയാൻ സാധിക്കുന്നുള്ളത്. The temperature remains cool constantly throughout the year in the highlands, but the winter temperature even falls below 10 degrees Celsius. അല്ലേ, ഹൈലാൻഡ് റീജിയനുകളിൽ വിൻ്റർ ടെമ്പറേച്ചർ 10-ൽ താഴെ പോകുന്നു എന്നുള്ളതാണ്. It is during this winter season that we receive some of the lowest amount of rainfall. നല്ലൊരു ചോദ്യമാണ്, നല്ലൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. കേരളത്തിൽ മഴ കിട്ടുന്ന സാഹചര്യം 8-ൽ കൂടുതൽ മാസവും ഉണ്ട് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചു. കേരളത്തിൽ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന സീസൺ ഏതാണെന്ന് ചോദിച്ചാൽ അത് വിൻ്റർ സീസൺ ആണെന്ന് പരിഗണിക്കാൻ സാധിക്കണം. ലോവസ്റ്റ് എമൗണ്ട് ഓഫ് റെയിൻഫോൾ നമുക്ക് കിട്ടുന്ന സാഹചര്യം, സമയം ഒക്കെ ഏതാണ്? ഈ വിൻ്റർ സീസണാണ്. ഹ്യൂമിഡിറ്റി ലെവൽസും താരതമ്യേന കുറവായിരിക്കും. കാര്യമായിട്ട് ഇവോപ്പറേഷനും ഇല്ല, പ്രസിപ്പിറ്റേഷനും. ഇപ്പോൾ രണ്ടും ഇല്ലാത്തതുകൊണ്ട് ഹ്യൂമിഡിറ്റി ലെവൽസ് എന്താണ്? ലോ ആണ്. സോ ആർ ദി ചാൻസസ് ഓഫ് റെയിൻഫോൾ ആസ് വെൽ. സോ ഇവിടുത്തെ ഒരു ആവറേജ് ടെമ്പറേച്ചറിൻ്റെയൊക്കെ ഒരു നോക്കിക്കഴിഞ്ഞാൽ ഒരു 28 ഡിഗ്രി സെൽഷ്യസ് മാക്സിമം ആൻഡ് 18 ഡിഗ്രി സെൽഷ്യസ് മിനിമം ആവറേജ് ടെമ്പറേച്ചർ നമുക്ക് കാണാൻ പറ്റും. റെയിൻഫോൾ, ഇഫ് വി ഹാവ് ടു ലുക്ക് ഇൻ ടു ദ റെയിൻഫോൾ പാറ്റേൺ, വിൽ ഹാവ് ബി അബൌട്ട് 25 millimeters ഓഫ് റെയിൻഫോൾ. അതായത് കേവലം 2.5 സെൻറ്റിമീറ്റർ, 1 ഇഞ്ച് മഴ, 1 ഇഞ്ച് മഴ വേണമെങ്കിൽ നമുക്ക് ഈ സമയത്ത് ഉണ്ടായി എന്ന് പറയാം കേട്ടോ. അത്രയേ ഉള്ളൂ ഇവിടെ കിട്ടുന്ന ആവറേജ് റെയിൻഫോൾ മഴ, 2.5 സെൻറ്റിമീറ്റർ. ഓക്കെ, ദെൻ മൂവിങ് ഓൺ. സമ്മർ സീസൺ പക്ഷേ താരതമ്യേന മികച്ചവനാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അവൻ കുറച്ചുകൂടി അഗ്രസീവാണ്. അഗ്രസീവ് 2 സെൻസിലും അഗ്രസീവ് എന്ന് പറയുമ്പോൾ, ഒന്ന്, ഇവൻ തരുന്ന താപനില അത്യാവശ്യം
അല്ലെങ്കിൽ ചൂട് അത്യാവശ്യം കൂടുതലാണ്. ഇതെപ്പോഴും ഉണ്ടാകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സൂര്യൻ സാധാരണ ഒരു ഇക്വിറ്റോറിയൽ റീജിയൻ്റെ ഭാഗമായിട്ട് കാണുന്ന സൂര്യന് സമ്മർ സീസൺ ഈ ഒരു മാർച്ച് സമയമൊക്കെ ആകുമ്പോൾ ഒരു നോർത്ത് വേർഡ് ഷിഫ്റ്റ് ഉണ്ട് സൂര്യന്. ഒരു ഇക്വേറ്ററിൽ നിന്നുള്ളൊരു നോർത്ത് വേർഡ് ഷിഫ്റ്റ് ഉണ്ട്. ആ നോർത്ത് വേർഡ് ഷിഫ്റ്റാണ് എസെൻഷ്യലി സൂര്യനെ കുറച്ചുകൂടി എന്താ പറയുക ഇക്വേറ്ററിൻ്റെ മുകളിലോട്ട് എത്തിക്കുന്നതും കുറച്ചുകൂടി ക്ലിയർ ആയിട്ടുള്ള സൂര്യരശ്മികളെ കേരളത്തിൻ്റെ മേൽ പതിപ്പിക്കുന്നതിന് കാരണമാകും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഈ മാർച്ച് മുതൽ ഏപ്രിൽ മാസം വരെ, മാർച്ച് ഏപ്രിൽ മെയ് മാസം വരെയുള്ള സമയം എന്ന് പറയുന്നത് നല്ല പോലുള്ള സൂര്യപ്രകാശം, നല്ല ചൂട് നമുക്ക് കിട്ടുന്നൊരു സാഹചര്യമുണ്ട്. ബിക്കോസ് സൂര്യൻ എവിടെയാണിപ്പോൾ നമ്മൾ ഒരല്പം വടക്കോട്ട് ഷിഫ്റ്റ് ചെയ്തിരിക്കുക ഇക്വേറ്ററിനകത്ത് നിന്ന്. അതായത് ഇന്റർ ട്രോപ്പിക്കൽ കൺവേർജൻസ് സോണിന് എന്തുണ്ടപ്പോൾ വടക്കോട്ട് ഒരു ഷിഫ്റ്റ് ഉണ്ട്, നോർത്ത് ഓഫ് ദി ഇക്വേറ്റർ. The temperature starts to increase with the end of February, which indicates the beginning of summer in Kerala. ശരിയാണ്, കേരളത്തിൽ ഫെബ്രുവരി അവസാനമൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് ഈ ടെമ്പറേച്ചർ കൂടുന്നത് കാണാൻ പറ്റും. ഇപ്പോൾ ഇത്തവണയൊക്കെ ആയിരുന്നെങ്കിൽ ഫെബ്രുവരി പകുതിക്ക് ശേഷം തന്നെ നമുക്ക് നല്ല ചൂട് അനുഭവപ്പെട്ടിട്ടുണ്ടായി. സോ ദാറ്റ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് സമ്മർ ഈസ് അബൌട്ട് ടു ഹാപ്പൻ. The characteristics of summer in Kerala are relatively higher temperature, less rainfall and humid weather. നല്ല ഹ്യൂമിഡ് ആയിട്ടുള്ള വെതർ ആയിരിക്കും, ഉയർന്ന താപനില, രണ്ടും കൂടെ ആകുമ്പോഴേക്കും നമുക്ക് നല്ല ബുദ്ധിമുട്ട് അനുഭവപ്പെടും. അതുപോലെ റെയിൻഫോൾ കുറവാണ്. റെയിൻഫോൾ കുറവെന്ന് പറയുമ്പോൾ സമ്മർ മറ്റ് സീസണുകളെ അപേക്ഷിച്ച് കുറവാന്നേ ഉള്ളൂ. വിൻ്റർ സീസണെ അപേക്ഷിച്ച് കൂടുതലാണ് റെയിൻഫോൾ. The other Indian states have a temperature of about 40 degrees Celsius, where in Kerala it is comparatively cool and pleasant. It is mainly because of the presence of the western Ghats and prevents the northern winds from entering our states. ഇപ്പോൾ രണ്ട് കാരണങ്ങളുണ്ട് കേട്ടോ. ഇപ്പോൾ ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് ദി വെസ്റ്റേൺ ഗട്ട്സ്. നമുക്ക് കടലിൻ്റെ മിതത്വത്തെ പറ്റി നേരത്തെ പറഞ്ഞതാണ്. ദ മോഡറേറ്റിംഗ് ഇഫക്റ്റ് ഓഫ് ദി സീ that we have already discussed, that is happening over there, that is true. Other than that moderating effect from the ocean, we have something called the northern എന്താ പറയുക warm currents. ഈ നോർത്തേൺ വാം കറൻസ് നമ്മുടെ അഫ്ഗാനിസ്ഥാൻ, തുർക്ക്മെനിസ്ഥാൻ റീജിയനുകളിൽ നിന്ന് പോലും വരുന്ന കറണ്ടുകളുണ്ട് ഇങ്ങോട്ടേക്ക്. അപ്പോൾ ഈ ഹോട്ട് കറൻസ് ഇന്ത്യൻ പെനിൻസുലയിലേക്ക് കടന്നു വന്നതിന് ശേഷം അത് കേരളത്തിലേക്ക് പ്രവേശിക്കാതെ പ്രിവെൻറ്റ് ചെയ്യുന്നതിന് പശ്ചിമഘട്ടവും ഒരു റോൾ വഹിക്കുന്നുണ്ട്. സോ ദീസ് ഹോട്ട് കറൻസ് ആർ ആക്ച്വലി നോട്ട് എൻറ്ററിങ് ഇൻ കേരള ആൻഡ് ഓൾസോ ദ ഓഷൻ ഈസ് ആക്ച്വലി മോഡറേറ്റിംഗ് ദ ലാൻഡ്. അതും ചെയ്യുന്നു. അപ്പോൾ ഈ രണ്ട് ഇഫക്റ്റുകളും ഉള്ളതുകൊണ്ട് എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ഹീറ്റ് വേവ്സ് ഇവിടെ കാണാൻ പറ്റില്ല, കേരളത്തിൽ കാണാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാർ അപ്പോൾ ഉഷ്ണതരംഗം അനുഭവിച്ച് മരണപ്പെട്ടു, ഹീറ്റ് വേവ് ഡെത്ത് എന്നൊക്കെ പറയുന്നത് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ. ഉണ്ട്, പല മേഖലയിലും അതികഠിനമായിട്ടുള്ള ചൂടുണ്ടെങ്കിലും ഞാൻ പറയുന്നത് മറ്റ് പല സംസ്ഥാനങ്ങളെ അപേക്ഷിച്ചുള്ള ഒരു പ്ലസൻ്റ് ആയിട്ടുള്ള സാഹചര്യം കേരളത്തിലുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ഇറ്റ് ഈസ് നോട്ട് സോ പ്ലസൻറ്റ് ഇൻ കേരള ആസ് വെൽ. പ്രത്യേകിച്ച് റീസെൻ്റ് ആയിട്ടുള്ള കാലഘട്ടം നോക്കുമ്പോൾ ഗ്ലോബൽ വാർമിങ്ങും പിന്നെ ടെമ്പറേച്ചർ റൈസും ഒക്കെ കാരണം ഒട്ടും തന്നെ പ്ലസൻ്റ് അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷേ മറ്റിപ്പോൾ ഡൽഹിയിലൊക്കെ പോയി നിൽക്കുന്നതൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ഒരുപാട് പ്ലസൻ്റ് ആണെന്നത് തന്നെ വാസ്തവം. അപ്പോൾ ഒന്ന് ഇതാണ് കേട്ടോ, നമ്മുടെ ഇടിമിന്നലോട് കൂടിയിട്ടുള്ള ഒരു മഴ നമുക്ക് കിട്ടുന്ന സാഹചര്യം നമുക്ക് ഈ സമ്മർ സീസണിലുണ്ട് എന്നുള്ളതാണ് കേട്ടോ. ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ എന്താണ്? അറൈവൽ ഓഫ് ദ റെയിൻ വിത്ത് തണ്ടർ ആൻഡ് ലൈറ്റ്നിങ്, അല്ലെ, ഇടിമിന്നലോട് കൂടിയുള്ള മഴ നമുക്ക് കിട്ടുന്നത്. കാരണം ഇവോപ്പറേഷനൊക്കെ നല്ല കൂടുതലായിട്ട് നടക്കുന്നു, നമ്മൾ ഓൾറെഡി പറഞ്ഞതല്ലേ. സോ ഇവോപ്പറേഷനൊക്കെ കൂടുതലായതുകൊണ്ട് തന്നെ ഇവോപ്പറേറ്റ് ചെയ്ത് പോയ വെള്ളമൊക്കെ വീണ്ടും പെയ്തൊഴിയേണ്ട സാഹചര്യം വരുന്നതിൻ്റെ ഭാഗമായിട്ടൊക്കെയാണ് ഇങ്ങനെ ഇവോപ്പറേറ്റ് ചെയ്ത മഴ തിരിച്ച് എത്തുക, അങ്ങനെയൊക്കെയുള്ള രീതിയിലും അല്ലാണ്ടും ഒക്കെ വരുന്ന മഴകൾ കുറച്ച് നമുക്ക് കിട്ടുന്നുണ്ട് സമ്മർ സീസണിൽ. അപ്പോൾ തീരെ ഡ്രൈ എന്ന് പറയാൻ പറ്റത്തില്ല, അത്യാവശ്യം മഴ നമുക്ക് കിട്ടും ഈ ഒരു സാഹചര്യത്തിൽ. പാലക്കാട് ആൻഡ് പുനലൂർ ആർ ദി ഹോട്ടസ്റ്റ് പ്ലേസസ്. ഇപ്പോൾ ജില്ല ചോദിച്ചാൽ പാലക്കാട്, ഏറ്റവും കൂടുതൽ ചൂടുള്ള ജില്ല ഏത് എന്നൊരു ചോദ്യം വരുവാണെങ്കിൽ ആ ജില്ല പാലക്കാടാണ്. അതുപോലെ പ്രദേശം ചോദിച്ചാൽ പുനലൂർ. ഇത് രണ്ടിനും ഒരു കാരണമുണ്ട്. നമ്മുടെ പശ്ചിമഘട്ടത്തിൻ്റെ രണ്ട് വിടവുകളായ ഗ്യാപ്പ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫിസിയോഗ്രഫി പഠിച്ചതാണ് അല്ലേ. പാലക്കാട് ചുരവും അതുപോലെ ആര്യങ്കാവ് ചുരവും ഒക്കെ ഉണ്ട്. രണ്ടും ആണ് ഈ തമിഴ്നാടിൽ നിന്നുള്ള ചൂട് കാറ്റ് കേരളത്തിലേക്ക് കടന്നു വരുന്നതിന് സഹായിക്കുന്നത്. അതുകൊണ്ടാണ് ഈ രണ്ട് മേഖലകളും എന്താ പറയുക ഉയർന്ന താപനിലയോടുകൂടി സിറ്റുവേറ്റ് ചെയ്യാനായിട്ട് സഹായിച്ചത്. സമ്മറിലെ ആവറേജ് ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ മാക്സിമം ഒരു 36 ഡിഗ്രി, മിനിമം ഒരു 32 ഡിഗ്രി. അതായത് മിനിമം നമുക്കൊരു 32 ഡിഗ്രിയൊക്കെ ടെമ്പറേച്ചർ കാണുമെന്നാണ് എന്തിനു പറയുന്നത്, ഈ ഒരു സമ്മർ സീസണിൻ്റെ കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് എന്നുള്ളതാണ്. മിനിമം 32 കാണും, ഒരു ഗ്യാരണ്ടി ചൂട് നമുക്ക് എന്തായാലും കിട്ടും. റെയിൻഫോൾ ആവറേജ് നോക്കിയാൽ 135 മില്ലിമീറ്റേഴ്സ് ഉണ്ട്. 135. നമ്മൾ വിൻ്ററിൽ കണ്ടത് കേവലം 25 മില്ലിമീറ്റർ മഴയായിരുന്നുവെങ്കിൽ സമ്മറിൽ 135 മില്ലിമീറ്റർ മഴയുണ്ട്. അതായത് 13.5 സെൻറ്റിമീറ്ററെങ്കിലും മഴ കിട്ടുന്നുണ്ട്. ദാറ്റ് മീൻസ് അറൗണ്ട് 5 ഇഞ്ച് എന്ന് പറയാം.
5.5 ഇഞ്ചസ് നമുക്ക് മഴ കിട്ടുന്നുണ്ട് കേട്ടോ ഈ ഒരു സമ്മർ സീസണിൻ്റെ കാര്യത്തിൽ എന്നുള്ളത് പറയാം. ഹിയർ കംസ് ദി മെയിൻ അട്രാക്ഷൻ ഓഫ് ദി ക്ലൈമറ്റ് ഓഫ് കേരള, ദാറ്റ് ഇസ് ദി സൗത്ത് വെസ്റ്റ് മൺസൂൺ. സൗത്ത് വെസ്റ്റ് മൺസൂൺ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് കേരളത്തിൻ്റെ കൃഷിക്ക്, കേരളത്തിൻ്റെ നദിയുടെ ഒഴുക്കിന്, കേരളത്തിൻ്റെ എന്താ പറയുക മത്സ്യസമ്പത്തിന്, കേരളത്തിൻ്റെ താപനില മിതപ്പെടുത്തുന്നതിനൊക്കെ കേരളത്തിൽ ഈ മഴ വളരെയധികം പ്രാധാന്യം ചെലുത്തുന്നുണ്ട്. കേരളത്തിൻ്റെ ബയോഡൈവേഴ്സിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് നമ്മുടെ പ്രൊട്ടക്റ്റഡ് ഏരിയാസ് ആയിട്ടുള്ള നാഷണൽ പാർക്കുകളും വൈൽഡ് ലൈഫ് സാങ്ച്വറികളും ഒക്കെ ആ രീതിയിൽ തന്നെ നിലനിർത്തുന്നതിനും മഴയ്ക്ക് വളരെയധികം പങ്കുണ്ട്. അതുകൊണ്ട് ആ മഴക്കാലത്തിൽ ഏറ്റവും പ്രമുഖനായ ആളായ സൗത്ത് വെസ്റ്റ് മൺസൂൺ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നു. ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള സമയം. വിളിപ്പേര് ഇടവപ്പാതി എന്നാണ്, അല്ലെങ്കിൽ കാലവർഷം എന്ന് വിളിക്കാം. ഇതൊരു ടൊറൻഷ്യൽ റെയിൻഫോൾ പ്രൊവൈഡ് ചെയ്യുന്ന സമയമാണെന്ന് പറയുന്നത്. വാട്ട് യു മീൻ ബൈ ദിസ് ടൊറൻഷ്യൽ റെയിൻഫോൾ? ടൊറൻഷ്യൽ റെയിൻഫോൾ എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, അത്യാവശ്യം നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ടുള്ള മഴ കിട്ടുന്ന സാഹചര്യത്തെ നമ്മൾ ടൊറൻഷ്യൽ റെയിൻഫോൾ എന്ന് പറയാം. ഓക്കെ, നല്ല അഗ്രസീവായിട്ടുള്ള മഴ, തീർച്ചയായിട്ടും അഗ്രസീവായിട്ടുള്ള മഴയാണ്. അതിന് കാരണം തൊട്ട് മുൻപത്തെ സീസൺ ഏതാണെന്ന് ആലോചിച്ച് നോക്കിയാൽ അത് സമ്മർ സീസണാണ്. അപ്പോൾ ഈ സമ്മർ സീസണിൽ നമ്മൾ പറയുകയാണ് ഗ്ലോബിൻ്റെ നോർത്തിൽ, ഇക്വേറ്ററിൻ്റെ നോർത്തിലേക്കുള്ളൊരു ഷിഫ്റ്റ് സൂര്യൻ്റെ ഭാഗത്തും നമ്മൾ കണ്ടതാണെന്നും, അങ്ങനെ സൂര്യൻ നോർത്ത് വേർഡ് മൂവ് ചെയ്ത് വന്നതുകൊണ്ട് തന്നെ ഇക്വേറ്ററിൻ്റെ നോർത്തേൺ പോർഷനിൽ നല്ല പോലെ ചൂട് അനുഭവപ്പെടുകയും ആ ചൂടിൻ്റെ ഭാഗമായിട്ട് അവിടം ചുട്ടുപഴുത്ത് നല്ല ചൂട് അനുഭവിച്ച് നിന്ന ആ ഒരു പ്രദേശം എൻറ്റയർലി ഒരു ലോ പ്രഷർ ബെൽറ്റായിട്ട് ക്രിയേറ്റ് ആവും. കാരണം അവിടെയുള്ള ലാൻഡ് മുഴുവൻ നല്ലപോലെ ചൂടായി, ലാൻഡിൻ്റെ സമീപത്തുള്ള എയർ മുഴുവൻ ഇവോപ്പറേറ്റ് ചെയ്ത് മുകളിലേക്ക് പോയി ഒരു 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 പ്രിവെയിലിംഗ് ലോ പ്രഷർ ബെൽറ്റ് അല്ലെങ്കിൽ റീജിയൻ എവിടെ ക്രിയേറ്റ് ആവും? ഈ ഒരു ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിൻ്റെ മുകളിലൊക്കെ ക്രിയേറ്റ് ആവും. ക്രിയേറ്റ് ആയില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ, കാരണം അത്രയും ചൂട് 2-3 മാസമായിട്ട് കിട്ടുന്നുണ്ട്. സോ ഒരു ലോ പ്രഷർ റീജിയൻ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. സോ വെൻ വി ലുക്ക് അറ്റ് ദി ഇന്ത്യൻ ഓഷൻ്റെ ഫർദർ സൗത്ത് ഇന്ത്യൻ ഓഷൻ റീജിയനിലൊക്കെ നോക്കുന്ന സമയത്ത് നല്ല തണുത്തുറഞ്ഞ് കിടക്കുക. അപ്പോൾ ആ പ്രദേശം ഹൈ പ്രഷർ ബെൽറ്റാണ്. ഹൈ പ്രഷർ, ഈ പറയുന്ന ഹൈ പ്രഷർ ബെൽറ്റിൽ നിന്നും ഈ ഇന്ത്യ ഉൾപ്പെടുന്ന ലാൻഡ് ഫോം അടങ്ങുന്ന ലോ പ്രഷർ ബെൽറ്റിലേക്ക് സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യണം? കാറ്റ് വരണം. ശരിയല്ലേ? കാറ്റ് വരും, എയർ മൂവ് ചെയ്യും. അപ്പോൾ ഈ വരുന്ന വഴി തന്നെ ഇപ്പം ഈ കടലിൻ്റെ മുകളിലൂടെ സഞ്ചരിച്ചു വരുന്ന കാറ്റിന് മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ മഴ പെയ്യ്ക്കാൻ സാധ്യതയുള്ളൂ. ഈ കാറ്റുകളെ നമ്മൾ അതുകൊണ്ട് വിളിക്കുന്ന പേര് മോയ്സ്ചർ ലേഡൻ വിൻഡ്സ് എന്ന് വിളിക്കും. ഇത് വിളിക്കും മോയ്സ്ചർ ലേഡൻ വിൻഡ്സ്. മഴയ്ക്കായുള്ള ഈർപ്പം കൊണ്ടുവരുന്ന, ബാഷ്പം കൊണ്ടുവരുന്ന കാറ്റുകൾ എന്ന രീതിയിൽ വിളിക്കും. അപ്പോൾ ഈ കാറ്റുകളെല്ലാം തന്നെ ഇങ്ങനെ കേരള കോസ്റ്റിലേക്ക് അടുക്കുമ്പോൾ ഈ ഒരു ടെമ്പറേച്ചർ ഇൻവേർഷൻ അല്ലെങ്കിൽ ടെമ്പറേച്ചർ ഡിഫറൻസ് ഒക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ പശ്ചിമഘട്ടം ഇങ്ങനെ അങ്ങ് നിൽക്കുവാണ്. പശ്ചിമഘട്ടം ഇവിടെ നിൽക്കുന്നുണ്ട്, ഇവിടെ പൂർവ്വഘട്ടം നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ പശ്ചിമഘട്ടമാണ് മെയിൻ വില്ല. അപ്പോൾ ഈ കാറ്റ് ഇവിടെ വന്ന് കയറുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് ഈ പശ്ചിമഘട്ടം ഒരു ഡിവൈഡായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്, ഒരു ബാരിയറായിട്ട്. അപ്പോൾ ഈ സൗത്ത് വെസ്റ്റ് മൺസൂൺ കാറ്റുകൾ ശരിക്കും പറഞ്ഞാൽ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യപ്പെട്ടു. ഒന്ന് ഈ ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ച് എന്ന രീതിയിൽ ബേ ഓഫ് ബംഗാളിന് പാരലായിട്ട് ഒഴുകി പോവുകയും, ഒന്ന് അറേബ്യൻ സീ ബ്രാഞ്ച് എന്ന രീതിയിൽ അറബിക്കടലിന് സമാനമായിട്ട് ഒഴുകി മുകളിലേക്ക് പോവുകയും ചെയ്യുന്നുണ്ട്. ഇതിൽ നമ്മൾ പറഞ്ഞ പോലെ ജൂൺ 1-ാം തീയതി കേരളത്തിൻ്റെ കോസ്റ്റ് ടച്ച് ചെയ്ത അറേബ്യൻ സീ ബ്രാഞ്ച് ഓഫ് ദി സൗത്ത് വെസ്റ്റ് മൺസൂൺ ആക്ച്വലി ജൂൺ 5-ാം തീയതിയോട് കൂടിയൊക്കെ ആകുമ്പോഴേക്കും കേരളം എൻറ്റയർലി കവർ ചെയ്ത് കഴിയും. അത് കഴിഞ്ഞ് വീണ്ടും ഫർദർ നോർത്ത് വേർഡ് മൂവ് ചെയ്ത് ഗുജറാത്ത് വഴി ഇങ്ങോട്ട് കയറുമ്പോൾ ഇവിടെ വേറൊരു പർവ്വതനിര ഇരിപ്പുണ്ട്. ആരാണ് ഈ പർവ്വതം? ഇവൻ്റെ പേരാണ് ആരവല്ലി. ആരവല്ലി പർവ്വതം അവിടെ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഇവന് ഫർദർ നോർത്ത് വേർഡ് മൂവ് ചെയ്യാൻ പറ്റില്ല. പിന്നെ അവൻ ഇങ്ങോട്ടേക്ക് പോകും, അങ്ങനെ ഡൽഹി എത്തി. ഇങ്ങനെ ആരവല്ലി പർവ്വതനിര അവിടെ നിന്നതുകൊണ്ടാണ് രാജസ്ഥാൻ എന്തായി മാറിയത്? ഡെസേർട്ടായിട്ട് മാറിയത്. പിടിയിട്ട ഇല്ലായിരുന്നെങ്കിൽ ഈ മഴ എങ്ങോട്ട് പോയേനെ? രാജസ്ഥാനിലേക്ക് പോയേനെ. ഇതേ സമയം നോക്കുമ്പോൾ നമ്മുടെ ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ച് എവിടെ എത്തി? പശ്ചിമ ബംഗാളും ബംഗ്ലാദേശും ഒക്കെ കടന്ന് കയറി മുകളിലേക്ക് പോകുമ്പോൾ ഇവിടെ ഹിമാലയൻ പർവ്വതം നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവൻ കുറച്ച് നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളിലേക്കും പോയി, ഒരു വിഭാഗം ഇടത്തേക്കും, കാരണം അത് ചൂട് കൂടി നിൽക്കുകയാണല്ലോ, അപ്പോൾ ഇടത്തേക്കും പോയി ബീഹാറും പശ്ചിമ ബംഗാളും ഒക്കെ ഉത്തർപ്രദേശും ഒക്കെ ആയിട്ട് തട്ടി എവിടെ എത്തി? ഡൽഹിയിലെത്തി. അപ്പോൾ ഈ ഡൽഹിയിൽ വെച്ച് ഈ രണ്ട് ബ്രാഞ്ചും, അറേബ്യൻ സീ ബ്രാഞ്ച് ഓഫ് ദി സൗത്ത് വെസ്റ്റ് മൺസൂൺ,
അതുപോലെ ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ച് ഓഫ് ദി സൗത്ത് വെസ്റ്റ് മൺസൂൺ. ഇത് രണ്ടും കൂട്ടിമുട്ടുന്നുണ്ട് ഡൽഹിയിൽ വെച്ച്. എന്നിട്ട് ഫർദർ ഇവർ രണ്ടുപേരും കൂടെ നോർത്ത് വേർഡ് മൂവ് ചെയ്യാൻ ശ്രമിക്കും. പഞ്ചാബ്, ലുധിയാന, മുകളിലേക്ക് മൂവ് ചെയ്യും. പിന്നെ ഹിമാചൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. ഇവിടെ എന്ത് ചെയ്യുന്നത് കാണാൻ പറ്റൂടാ. ഇവിടെ നമുക്കപ്പോൾ നോക്കുമ്പോൾ ഈ നമ്മുടെ പശ്ചിമഘട്ടമല്ല, നമ്മുടെ ഹിമാലയൻ പർവ്വതനിര ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഈ ഹിമാലയൻ പർവ്വതനിര ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഇവൻ എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ മൺസൂണിന് ഫർദർ നോർത്ത് വേർഡ് മൂവ് ചെയ്യാൻ പറ്റില്ല. ഹിമാലയത്തിൽ തട്ടി അവിടെ നിൽക്കും. പിന്നെ എന്ത് ചെയ്യും, ആ പ്രദേശങ്ങളിലൊക്കെ നിന്ന് അങ്ങോട്ട് പെയ്യും. അപ്പോൾ ഈ ഭാഗം മുഴുവൻ ദ നോർത്തേൺ പ്ലെയിൻസ്, ഉത്തര മഹാസമതലം ആരാണ് നോർത്തേൺ പ്ലെയിൻസ്. അപ്പോൾ ഈ നോർത്തേൺ പ്ലെയിൻസിന് മുഴുവൻ നല്ല പോലെ മഴ കിട്ടുന്നതിന് കാരണമാവും ഈ സൗത്ത് വെസ്റ്റ് മൺസൂൺ സമയത്ത് ഈ ഒരു ഹിമാലയാസ്. ഇപ്പോൾ കേരളത്തിൽ പശ്ചിമഘട്ടമാണ് സൗത്ത് വെസ്റ്റ് മൺസൂണിൻ്റെ മഴയെ കേരളത്തിൽ തന്നെ പിടിച്ചു നിർത്തുന്നതെങ്കിൽ ഇന്ത്യക്ക് അത് ഹിമാലയമാണ്. അങ്ങനെ ഒരു കാര്യമുണ്ട്. ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് ഫോർ കേരള, ഇറ്റ് ഇസ് ഫോർ ദി എൻറ്റയർ നേഷൻ. പിടികിട്ടുന്നുണ്ടോ? അങ്ങനെ പെയ്ത് നല്ലപോലെ പെയ്ത് ജൂണിൽ മുഴുവൻ പെയ്തു, ജൂലൈയിൽ മുഴുവൻ പെയ്തു. പിന്നെ വേറെ ഉണ്ട് കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഈ മഴക്കാലത്ത് പ്രത്യേകിച്ച് സൗത്ത് വെസ്റ്റ് മൺസൂണിൽ നോർത്തേൺ ജില്ലകൾക്കാണ് കൂടുതൽ മഴ കിട്ടുന്നത്. ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ കൂടുതൽ പറയാമെന്ന് പറയും. ഇതെടുക്കുമ്പോൾ പറയാമെന്ന് പറഞ്ഞതാണ്. അതായത് ഇവിടെ നോക്കിയറിയാം, ഈ മഴക്കാറ്റുകളെന്ന് പറയുമ്പോൾ അത് എസെൻഷ്യലി ഈ വെള്ളത്തിന് ഇവോപ്പറേറ്റ് ചെയ്ത് പേയിച്ച് വരുന്നതാണ്. അപ്പോൾ വെള്ളം ഇവോപ്പറേറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുന്നു. ആസ് വി മൂവ് അലോങ് ദ കോസ്റ്റ് ഓഫ് കേരള, നമുക്കറിയാം കടലിൽ നിന്ന് മോയ്സ്ചർ അബ്സോർബ് ചെയ്യിച്ച് പെയ്യിക്കാൻ പറ്റും. അപ്പോൾ കൂടുതൽ ഞാൻ വടക്കോട്ട് മൂവ് ചെയ്യുന്നതനുസരിച്ച് എനിക്ക് മഴയുടെ ഇൻറ്റൻസിറ്റി കൂടുതലായിട്ട് കൊടുക്കാൻ സാധിക്കും. ബിക്കോസ് കൂടുതൽ മോയ്സ്ചർ അബ്സോർപ്ഷൻ നടക്കും കടലിൽ നിന്ന്. ആ ഒരു കാരണത്താലാണ് വടക്കോട്ടുള്ള സംസ്ഥാനങ്ങൾക്ക്, അല്ലെങ്കിൽ കേരളത്തിൻ്റെ കാര്യമാണെങ്കിൽ വടക്കോട്ടുള്ള ജില്ലകൾക്ക് കൂടുതൽ മഴ പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കാം. ക്ലിയർ ആണോ? ഇതാണ് കാരണം. മറ്റവൻ്റെ കാര്യത്തിൽ അതല്ല. സൗത്ത് വെസ്റ്റ് മൺസൂണിൻ്റെ കാര്യത്തിൽ ഓക്കെ, അതൊരു കാര്യം. 2, നമ്മുടെ പശ്ചിമഘട്ടത്തിലുള്ള ചെറിയ ഗ്യാപ്പ് ഉണ്ടല്ലോ, തമിഴ്നാടൊക്കെ ഇവിടെ റെയിൻ ഷാഡോ ആണെന്ന് പറയുമെങ്കിലും ഈ പശ്ചിമഘട്ടത്തിലുള്ള ചെറിയ ഗ്യാപ്പുകളുണ്ട്. പ്രത്യേകിച്ച് ആ പാലക്കാട് ചുരമൊക്കെ വഴി കുറച്ച് നമ്മുടെ ഈ സൗത്ത് വെസ്റ്റ് മൺസൂണിൻ്റെ കാറ്റുകൾ ഇങ്ങോട്ട് പോകുന്നുണ്ട്. തമിഴ്നാട്ടിലേക്ക് പോയി ചെറിയ മഴ തമിഴ്നാടിന് കൊടുക്കുന്നതൊക്കെ ഉണ്ട് കേട്ടോ. തീരെ തമിഴ്നാട് മഴയില്ലാണ്ട് കിടക്കുന്നതല്ല. ആ സമയത്ത് ചെറിയ തോതിൽ മഴ നമുക്ക് പാലക്കാട് ചുരം വഴി ഈ കാറ്റുകൾ എങ്ങോട്ടേക്കും പോകുന്നുണ്ട്. തമിഴ്നാട്ടിലേക്കും പോയി കുറച്ച് മഴയൊക്കെ പെയ്യിക്കുന്നുണ്ട്. ബട്ട് എസെൻഷ്യലി മേജറായിട്ട് ഇവൻ അവിടെ റെയിൻഫോൾ പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. എന്തിന് ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ച് പോലും തമിഴ്നാടിന് കാര്യമായിട്ട് മഴ കൊടുക്കുന്നില്ല. ബിക്കോസ് ഇത് കയറുമ്പോൾ തന്നെ തമിഴ്നാടിനെ വിട്ട് ഏതാണ്ട് ഒഡീഷ കോസ്റ്റ് തൊട്ടാണ് ടച്ച് ചെയ്ത് അങ്ങ് പോവുക. ഭീമമായ മഴയെന്നും പറയുന്ന രീതിയിലൊന്നും ഇവൻ തമിഴ്നാടിന് കൊടുത്ത് പോകാറില്ല. ബട്ട് ഉണ്ട്, മഴ കിട്ടാറൊക്കെ ഉണ്ട്. പക്ഷെ താരതമ്യേന കുറവാണ്. നമ്മൾ ഈ കമ്പാരിസൺ പറയുന്ന സമയത്ത് കുറവാണെന്നുള്ളത് മാത്രം. ഓക്കെ, so provides almost 70% of the entire rainfall received in the state of Kerala is by the southwest monsoon കാരണമാണ് കേരളത്തിന് കിട്ടുന്ന മഴയുടെ ഒരു ബഹുഭൂരിഭാഗവും എത്തിച്ചേരുന്നതെന്ന് പറയാം. അപ്പോൾ ഇവിടെ ഇങ്ങനെ നിന്ന് മഴയൊക്കെ പെയ്ത് 2-3 മാസം പെയ്തൊഴിഞ്ഞതിന് ശേഷം ഈ ഇന്ത്യൻ സബ് കോണ്ടിനെൻ്റ് ഒന്ന് ശാന്തമായി, ചൂടൊക്കെ കെട്ടണങ്ങി, സമാധാനമായി. ഈ സമയം കൊണ്ട് സൂര്യനും പതുക്കെ ചലനം നടത്തി ഇക്വേറ്ററിൻ്റെ മുകളിലേക്ക് എത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇക്വേറ്ററിൻ്റെ താഴേക്ക് പോകും. ഇക്വേറ്ററിൻ്റെ സൗത്ത് വേർഡ് മൂവ്മെൻറ്റ് നടത്തും. അപ്പോൾ സൂര്യൻ ഇപ്പോൾ കടലിന് മുകളിൽ ചെന്ന് ചുട്ട് പഴിപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നേരെ തിരിയും അവസ്ഥ. അപ്പോൾ ചൂട് അവസ്ഥ ഇവിടെ കരയ്ക്ക് മുകളിലായിരുന്ന സാഹചര്യം മാറി പിന്നെ കടലിന് മുകളിൽ, ഇന്ത്യൻ ഓഷൻ്റെ മുകളിൽ ഈ പറയുന്ന ചൂടുണ്ടാവുകയും അവിടെ ലോ പ്രഷർ റീജിയൻ ക്രിയേറ്റ് ചെയ്യും. ഇവിടെ നല്ലപോലെ മഴയൊക്കെ പെയ്ത് തണുത്തത് കൊണ്ട് ഇന്ത്യൻ ലാൻഡ് മാസ് ഇനി ഒരു ഹൈ പ്രഷർ റീജിയനായിട്ട് നിലനിൽക്കും. ഹൈ പ്രഷർ റീജിയൻ നിലനിൽക്കും. അപ്പോൾ ഇവിടെ നിന്ന് കാറ്റെല്ലാം കൂടി തിരിച്ചു പോകണം. ഇവിടെ നിന്ന് കാറ്റെല്ലാം കൂടി തിരിച്ചു പോകണം. അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, റിട്രീറ്റിംഗ് മൺസൂൺ എന്ന രീതിയിൽ നമ്മൾ വിളിക്കാം. അതിനെ എന്ത് വിളിക്കാം? റിട്രീറ്റിംഗ് മൺസൂൺ എന്ന രീതിയിൽ നമ്മൾ വിളിക്കാം. അതിന് മുമ്പ് കുറച്ച് ഇൻഫർമേഷൻസ് കൂടി നോക്കാം. ദ സ്ലോപ്പ് ഓഫ് വെസ്റ്റേൺ ഗഡ്സ് റിസീവ് ദി ഹൈസ്റ്റ് എമൗണ്ട് ഓഫ് റെയിൻ ആൻഡ് ദ റിവേഴ്സ് ആർ ഫ്ലഡഡ് ബൈ ദി സൗത്ത് വെസ്റ്റ് മൺസൂൺ റെയിൻ ഇൻ ദിസ് പെർട്ടിക്കുലർ പീരിയഡ്. ആക്ച്വലി ഒരു 18 to 21 days ഇൻ നോർത്തേൺ ആൻഡ് സെൻട്രൽ കേരള ആൻഡ് 6 to 8 days ഇൻ സദേൺ കേരള നമുക്ക് കൃത്യമായിട്ടൊരു മാസം മഴ കിട്ടുന്ന സാഹചര്യം വരുന്നത്. ആവറേജ് ടെമ്പറേച്ചർ ഈ സമയം നോക്കിക്കഴിഞ്ഞാൽ ഒരു 30 degrees Celsius മാക്സിമവും ഒരു 19 degrees Celsius മിനിമം റെയിൻഫോളും ഒക്കെ ആയിരിക്കും. ടെമ്പറേച്ചറും ആയിരിക്കും നമുക്ക് കാണാൻ പറ്റുക. താപനില കുറഞ്ഞ് നിൽക്കുന്ന കണ്ടീഷനുണ്ട് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അതുപോലെ ആവറേജ് റെയിൻഫോൾ നോക്കിയാൽ 22,000 ഒന്നുമല്ല, 2250 മില്ലിമീറ്റർ. ഇതിനകത്ത് ആദ്യത്തെ 2 ലെറ്റർ 22,000 അല്ല, 2250 മില്ലിമീറ്റർ മുതലൊരു 2500 മില്ലിമീറ്റർ, അതായത് ഒരു 225 മുതൽ ഒരു 250 സെൻറ്റിമീറ്ററൊക്കെ മഴ നമുക്ക് കിട്ടും. ചില സമയങ്ങളിൽ അതിലും കൂടുതൽ പോകും കേട്ടോ, 300 പോകാറുണ്ട്. 300 സെൻറ്റിമീറ്ററൊക്കെ നമുക്ക് മഴ സൗത്ത് വെസ്റ്റ് മൺസൂൺ സമയത്ത് മാത്രം കിട്ടാറുമുണ്ട്. ചില ഇടങ്ങളിൽ റീജിയണലി നമ്മൾ പറയുമ്പോഴാണ് അത് 360 സെൻറ്റിമീറ്റർ കിട്ടിയെന്ന് പറയാം നോർത്തേൺ കേരളത്തിൽ എന്നുള്ള രീതിയിൽ. അല്ലാണ്ട് നമുക്ക് ഈ എൻറ്റയർ മാസത്തിൽ കിട്ടുന്ന ആവറേജ് റെയിൻഫോൾ 250 സെൻറ്റിമീറ്റേഴ്സ് to 300 സെൻറ്റിമീറ്റേഴ്സ് മഴ നമുക്ക് ഈ ഒരു സമയത്ത് ആവറേജ്
കിട്ടുന്നുണ്ടാവും എന്നുള്ളത് വാസ്തവമാണ്. ചില പ്രദേശങ്ങൾ മഴ നല്ലപോലെ കിട്ടുന്നു എന്ന് പരിഗണിക്കാനാണെങ്കിൽ ഇപ്പോൾ കോഴിക്കോട്, കുറ്റ്യാടി, കോഴിക്കോടാണ് ഏറ്റവും കൂടുതൽ കേരളത്തിൽ മഴ കിട്ടുന്ന ജില്ല എന്ന PSC ചോദ്യത്തിൻ്റെ ഉത്തരം. പക്ഷെ അത് അടുത്ത ഇടയൊക്കെ മാറുന്നുണ്ട്. ഇപ്പോൾ കാസർഗോഡും കണ്ണൂരിനൊക്കെ കൂടുതൽ മഴ കിട്ടുന്നുണ്ട് കോഴിക്കോടിനേക്കാൾ. അതിൽ ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ കേരളത്തിൽ മഴ കിട്ടുന്ന ജില്ല കോഴിക്കോടും ഏറ്റവും കുറവ് കിട്ടുന്ന ജില്ല തിരുവനന്തപുരമാണെന്ന് പറയാം. വയനാടാണെങ്കിൽ ലക്കിടിയും വൈത്തിരിയും ഒക്കെയാണ് പ്രധാനമായി മഴ കിട്ടുന്ന സ്ഥലങ്ങൾ. പാലക്കാട് നമ്മളെ സ്വന്തം സൈലൻറ്റ് വാലി, എറണാകുളത്ത് നേര്യമംഗലം എന്ന് പറയുന്ന പ്രദേശം, ഇടുക്കിയിലെ പീരുമേട്, കോട്ടയത്ത് ഈരാറ്റുപേട്ട, ഇതൊക്കെ സാമാന്യം നല്ല രീതിയിൽ മഴ കിട്ടുന്ന പ്രദേശങ്ങളാണ്. ഈ നേര്യമംഗലം ഈ ഹൈ റേഞ്ചസിലേക്കുള്ള കവാടം എന്നൊക്കെ അറിയപ്പെടുന്ന പ്രദേശമാണ്. നിങ്ങൾ പല സിനിമകളിലൂടെയും കണ്ടിട്ടുണ്ടാവുന്നതായിരിക്കും. നേര്യമംഗലം പാലമാണ്, വളരെ ഫേമസ് ആണ് നേര്യമംഗലം പാലം. സിനിമകളിലൂടെ ഒട്ടനവധി ചിത്രീകരണങ്ങളിലൊക്കെ വന്നിരിക്കുന്നതാണ്, കഥാപാത്രമാണ് ഈ പാലം. NH-85 അതുവഴി പാസ് ചെയ്ത് പോകുന്ന 214 മീറ്റർ ദൈർഘ്യം വരുന്നൊരു പാലമാണ്. 1935 ചെയ്തിരിക്കുന്ന സൗത്ത് ഇന്ത്യയിലെ ആദ്യ ആർച്ച് ബ്രിഡ്ജ് എന്ന് വിളിക്കാൻ പറ്റുന്ന ബ്രിഡ്ജാണത്, ഈ നേര്യമംഗലം ബ്രിഡ്ജ്. 1935. ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് നമുക്കിപ്പോൾ ഒരു 90 years, 90 വർഷം പഴക്കം വരുന്നൊരു പാലമാണത്. ഇറ്റ്സ് എ ഗുഡ് തിങ് റൈറ്റ്. ശരി, ഇനി ഈ സൗത്ത് വെസ്റ്റ് മൺസൂണിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞൊരു റെയിൻഫോൾ കണക്ക് ഒരു ജില്ലാടിസ്ഥാനത്തിൽ നോക്കിയത് ഇപ്പോൾ 2024 ഡേറ്റ വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ്. 2024 ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള ഡേറ്റ വെച്ച് പരിശോധിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ മഴ കിട്ടിയിരിക്കുന്ന ജില്ല നോക്കിയാൽ എസെൻഷ്യലി പറയാൻ പറ്റും അത് കണ്ണൂർ ജില്ലയാണ്. ശരിയല്ലേ? രണ്ടാം സ്ഥാനം കാസർഗോഡ് ജില്ലയാണ്. മൂന്നാം സ്ഥാനമാണ് ആക്ച്വലി കോഴിക്കോടിനുള്ളത്. എസെൻഷ്യലി കോഴിക്കോടും ഇടുക്കിയും ഒരേ സ്ഥാനം നിലനിർത്തുന്നത് പോലെ നമുക്ക് കാണാൻ പറ്റും. അതും കഴിഞ്ഞാൽ വയനാട്, റൈറ്റ്. പിന്നുള്ളത് തൃശ്ശൂർ, എറണാകുളം. അത് കഴിഞ്ഞിട്ട് വരുമ്പോഴാണ് നമ്മുടെ മലപ്പുറം വരിക. മലപ്പുറം, കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട, ആൻഡ് ദെൻ വി ക്യാൻ മൂവ് ഓൺ ടു പാലക്കാട്, കൊല്ലം, തിരുവനന്തപുരം, ഏറ്റവും അവസാനം തിരുവനന്തപുരം. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും 2024 കണക്കിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചിരിക്കുന്ന ജില്ല കണ്ണൂരാണ്. സൗത്ത് വെസ്റ്റ് മൺസൂണാണ് ഈ പറയുന്നത്. കേരളത്തിൽ ആവറേജ് റെയിൻഫോളിനെ അല്ല പറയുന്നത്. സൗത്ത് വെസ്റ്റ് മൺസൂണിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ കിട്ടിയിരിക്കുന്ന 2024 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയിരിക്കുന്ന മഴ കിട്ടിയിരിക്കുന്ന ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ കണ്ണൂരും ഏറ്റവും കുറവ് ആർക്കും തന്നെയാണ് തിരുവനന്തപുരത്തിന് തന്നെയാണെന്നുള്ളതാണ്. ഇത് 2024 റെയിൻഫോൾ ഡീവിയേഷനും മറ്റുമൊക്കെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു ചിത്രമാണ്. അപ്പോൾ ഇതിൽ ആ ഒരു മഴ കിട്ടേണ്ടിയിരുന്ന നോർമലി കിട്ടേണ്ടിയിരുന്നതാണ് നമ്മൾ ഈ മഞ്ഞ വര കൊണ്ട് മാർക്ക് ചെയ്തിരിക്കുന്നത് ഈ ഗ്രാഫിൽ. പക്ഷേ ആക്ച്വലി കിട്ടിയിരിക്കുന്ന മഴയാണ് ആ ഒരു മജന്ത ലൈനിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ തുടക്കത്തിൽ ഈ ഒരു ജൂൺ 1 എന്ന സാഹചര്യം നോക്കുമ്പോൾ ഉണ്ട്. ജൂൺ 1 എന്ന് എഴുതിയിരിക്കുന്നത്, ജൂൺ 1 നോക്കുമ്പോൾ നമുക്ക് വലിയ കുഴപ്പമില്ല. ആ ഗ്രാഫ് രണ്ടും ഒരേ പോയിന്റ് മീറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു ജൂൺ 5 വരെ ദർ ഈസ് നോ ബിഗ് ഡിഫറൻസ് ഓർ ബിഗ് ഡീൽ വെൻ ഇറ്റ് കംസ് ടു ദിസ് റെയിൻ അലൊക്കേഷൻ. അത്യാവശ്യം നല്ലപോലെ തന്നെ നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു. സാധാരണയായി കിട്ടേണ്ട ആ ലെവലിനോട് സമാനമായ മഴ കിട്ടുന്നുണ്ട്. പക്ഷേ ഒരു ജൂൺ 6 ശേഷം നമ്മൾ നോക്കിയാൽ കാണാൻ പറ്റുന്നത് ദർ ഇസ് എ ഡിപ്പാർച്ചർ, ദർ ഇസ് എ ഡീവിയേഷൻ ഫ്രം വാട്ട് ഇസ് ആക്ച്വലി നമുക്ക് വേണ്ടതും ആക്ച്വലി നമുക്ക് റിക്വയർമെൻ്റ് ഉള്ളതും നോർമലി നമുക്ക് കിട്ടേണ്ട മഴയും നമുക്ക് കിട്ടുന്ന മഴയും തമ്മിലൊരു ഡിപ്പാർച്ചറുണ്ട്. അത് പിന്നെയും കൂടുന്നുണ്ട്. അങ്ങനെ ഒരു പിന്നെ അങ്ങോട്ട് നമുക്ക് ഒരിക്കലും മഴ കിട്ടേണ്ട അത്രയും ലെവലിലുള്ള മഴ കിട്ടിയതായി നമുക്ക് കാണാൻ പറ്റുന്നില്ല 2024. സോ വി ഹവ് റിസീവ്ഡ് ലെസ് റെയിൻഫോൾ. ഏത് റെയിൻഫോൾ? സൗത്ത് വെസ്റ്റ് റെയിൻഫോൾ ഇൻ 2024 നമ്മൾ മഴ കുറച്ച് മാത്രമാണ് അനുഭവിച്ചിട്ടുണ്ടായിരുന്നത് എന്ന് പറയാൻ സാധിക്കും. ആ ഡിപ്പാർച്ചർ എത്രയാണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഇസ് -13% ആവറേജ് ഡിപ്പാർച്ചർ. ഈ മൈനസ് സൂചിപ്പിക്കുന്നത് തന്നെ കുറവാണ്. ഡിപ്പാർച്ചർ കൂടുതലും ആവാമല്ലോ. നമുക്ക് ഈ ഗ്രാഫിനെ തന്നെ എനിക്ക് വേണമെങ്കിൽ ഇങ്ങനെയും വരയ്ക്കായിരുന്നല്ലോ. അപ്പോഴും എനിക്ക് അവിടെ ഒരു ഡിപ്പാർച്ചർ ഉണ്ട് 13% എന്ന് പറയാം. അതായത് മഴ 13% കൂടുതൽ കിട്ടി. ഇവിടെ -13% എന്ന് എഴുതിയിരിക്കുന്നതിനർത്ഥം 13% ലെസ് റെയിൻഫോളാണ് സാധാരണ കിട്ടേണ്ട എമൗണ്ടിൽ നിന്നും നമുക്ക് ഈ വർഷം 2024 കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അത് അടുത്ത വർഷം വീണ്ടും നമ്മുടെ മീറ്റിയോളജിക്കൽ വകുപ്പ് എക്സാമിനേഷൻ നടത്തിയിട്ട് അടുത്ത എമൗണ്ട് അടുത്ത റെയിൻഫോൾ കിട്ടിയിരിക്കുന്നത് പരിശോധിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം വർഷവും നമ്മൾ ചെയ്യുന്നത് തന്നെയാണ് പെർഫോമൻസ്. ഓക്കെ, സോ ദിസ് ഇസ് വാട്ട് ഹാപ്പൻഡ് ഇൻ 2024. അതുപോലെ നോർത്ത് ഈസ്റ്റ് മൺസൂൺ നോക്കാം. നേരത്തെ പറഞ്ഞല്ലോ നോർത്ത് ഈസ്റ്റ് മൺസൂണിന് നമ്മൾ നോർത്ത് ഈസ്റ്റ് മൺസൂൺ തുടങ്ങി വെച്ചിരുന്നു. സൂര്യൻ വീണ്ടും സൗത്ത് വേർഡ് മൂവ് ചെയ്യുന്നുണ്ട്. ഇക്വേറ്ററിൻ്റെ സൗത്ത് വേർഡ് മൂവ് ചെയ്ത് പോയി
സൗത്ത് വേർഡുള്ള പ്രദേശങ്ങളിൽ ഇന്നിപ്പോൾ ലോ പ്രഷർ റീജിയനായിട്ട് മാറുകയും ഇന്ത്യക്ക് മുകളിൽ ഈ 3 മാസം കൊണ്ട് നല്ലപോലെ 3-4 മാസം കൊണ്ട് പെയ്തിരിക്കുന്ന മഴ കാരണം ടെമ്പറേച്ചറൊക്കെ കുറഞ്ഞ് നല്ല തണുത്ത ഹൈ പ്രഷർ റീജിയനായിട്ട് നിൽക്കുക. സോ സ്വാഭാവികമായിട്ട് ഇന്ത്യൻ ലാൻഡ് മാസിന് മുകളിൽ നിന്നുള്ള കാറ്റ് എയർ മാസ് ഈ ഇന്ത്യൻ ഓഷ്യൻ റീജിയനിലേക്ക് സൗത്ത് വേർഡ് മൂവ്മെൻറ്റ് നമുക്ക് എന്തായാലും ഉണ്ടാവും. ഓക്കെ, സോ ആ ഒരു റിട്രീറ്റ് ചെയ്യുന്ന തിരികെ പോകുന്ന ആ ഒരു മൺസൂൺ എന്ന രീതിയിലാണ് ഇതിന് എന്ത് പേര് കൊടുത്തിരിക്കുന്നത്? നോർത്ത് ഈസ്റ്റ് മൺസൂൺ എന്ന് പേര് കൊടുത്തിരിക്കുന്നത്. നോർത്ത് ഈസ്റ്റ് മൺസൂണിനെയാണ് നമ്മൾ ലോക്കലി തുലാവർഷം എന്ന് വിളിക്കുക. ഒരു ഒക്ടോബർ നവംബർ സമയങ്ങളിലായി കാണുന്നുവെന്ന് പറയാൻ പറ്റും. റിട്രീറ്റിംഗ് മൺസൂൺ എന്നൊരു പേരുണ്ട്, അല്ലെങ്കിൽ റിവേഴ്സ് മൺസൂൺ എന്നൊരു പേരുണ്ട്. കാരണം ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന മൺസൂണിന് വിപരീതമായിട്ട് ഇറങ്ങിയിരുന്ന മൺസൂണാണ്, നേരെ തിരിച്ച് എന്ന രീതിയിൽ. പക്ഷേ ഇത് അത്ര കണ്ട് പ്രകടമൊന്നും ആയിരിക്കില്ല. അതായത് ഇപ്പോൾ സൗത്ത് വെസ്റ്റ് മൺസൂണിൻ്റെ കാര്യം പറഞ്ഞ പോലെ അത്ര കണ്ട് ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ ഇമ്പോർട്ടൻ്റ് ഒക്കെ തന്നെയാണ്. ആർക്ക്? പ്രത്യേകിച്ച് തമിഴ്നാടിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മഴക്കാലമാണ് ഈ നോർത്ത് ഈസ്റ്റ്. കേരളത്തിന് അങ്ങനെ വലിയ പ്രാധാന്യമൊന്നുമില്ല. എന്നിരുന്നാലും തമിഴ്നാടിന് ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ഉള്ള അല്ലെങ്കിൽ മഴ കിട്ടുന്ന സീസൺ എന്ന് പറയുന്നത് ഈ നോർത്ത് ഈസ്റ്റ് മൺസൂണാണ്. അതിന് കാരണം ഇപ്പോൾ നോർത്ത് ഈസ്റ്റ് എന്ന് പറയുന്നത് കണ്ടപ്പോൾ തന്നെ പിടിയിട്ട് ഇങ്ങനെയാണ് കാറ്റുകളൊക്കെ പോവുക. അപ്പോൾ ഇങ്ങനെ കാറ്റ് പോകുമ്പോൾ ഈ കരയുടെ മുകളിലൂടെ വരുന്ന എയർ മാസിന് മഴ ഉണ്ടാക്കാനുള്ള പോസിബിലിറ്റി ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞു, കടലിന് മുകളിൽ അല്ലെങ്കിൽ ജലസ്രോതസ്സുകൾക്ക് മുകളിലൂടെ വരുന്ന കാറ്റുകളാണ് ഈ മഴ ഉണ്ടാക്കുന്നത്. വൺസ് ദേ ടച്ച് ദി ബേ ഓഫ് ബംഗാൾ റീജിയൻ, അതിന് മുമ്പ് കുറേശ്ശെ ഉണ്ട് കേട്ടോ, ഇല്ല തീരെ ഇല്ലയെന്നല്ല, കുറച്ചൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷേ എക്സ്റ്റെൻസീവായിട്ട് മഴ പെയ്യണമെങ്കിൽ ദേ ഹാവ് ടു ടച്ച് ദി ബേ ഓഫ് ബംഗാൾ. ബേ ഓഫ് ബംഗാളിൽ ടച്ച് ചെയ്ത് ബേ ഓഫ് ബംഗാളിൽ നിന്നുള്ള ഓപ്പറേറ്റഡ് വാട്ടറൊക്കെ കൂടിക്കൊണ്ടാണ് താഴോട്ട് വരുന്നതനുസരിച്ച് മഴയുടെ ലെവൽ കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ തമിഴ്നാട്ടിലേക്ക് എത്തുമ്പോഴേക്കും അത്യാവശ്യം നല്ല രീതിയിലുള്ള മഴ ആർക്ക് കിട്ടും? തമിഴ്നാടിന് കിട്ടും. അതുകൊണ്ടാണ് തമിഴ്നാടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മഴക്കാലമാണ് ഈ നോർത്ത് വെസ്റ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എൻ്റയർ തമിഴ്നാട് ഈസ് ഓൺ ദി വിൻഡ്വേർഡ് സൈഡ് ഓഫ് ദി നോർത്ത് ഈസ്റ്റ് മൺസൂൺ. നോർത്ത് ഈസ്റ്റ് മൺസൂണിൻ്റെ വിൻഡ്വേർഡ് സൈഡ് ആയതുകൊണ്ട് തമിഴ്നാടിന് നല്ല പോലെ മഴ കിട്ടി. കേരളത്തിന് കിട്ടുന്നില്ലേ മഴ? ഉറപ്പായിട്ടുമുണ്ട്. കേരളത്തിന് എങ്ങനെ കിട്ടുന്നു? ഇവിടെ നിന്ന് സൗത്ത് വെസ്റ്റ് മൺസൂൺ സമയത്ത് കുറച്ച് മഴക്കാറ്റ് അല്ലെങ്കിൽ മഴ എങ്ങോട്ടേക്ക് പോയി എന്ന് പറയുന്നു? തമിഴ്നാട്ടിലേക്ക് പോയി ത്രൂ ദി പാലക്കാട് ഗ്യാപ്പ്. ശരിയാണോ? പാലക്കാട് ഗ്യാപ്പ് വഴി പോയെന്ന് പറഞ്ഞില്ലേ? അതേ ഗ്യാപ്പ് വഴി തിരിച്ചറിയും കൂടെ. അതേ ഗ്യാപ്പ് വഴി ഈ നോർത്ത് ഈസ്റ്റ് മൺസൂൺ എന്ത് ചെയ്യുന്നുണ്ട്? കേരളത്തിലേക്ക് എത്തുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ പാലക്കാട് ചുരത്തിൻ്റെ വടക്കോട്ടുള്ള ജില്ലകളിൽ കാര്യമായ റെയിൻ കിട്ടാതെ താഴോട്ട് വീണ്ടും അതിൻ്റെ മൂവ്മെൻറ്റ് താഴോട്ട്, ആ കാറ്റിൻ്റെ മൂവ്മെൻറ്റ് വീണ്ടും താഴോട്ടായതുകൊണ്ടാണ് ആ പാലക്കാട് ഗ്യാപ്പിന് സൗത്തായിട്ട് കാണുന്ന ജില്ലകളിൽ കൂടുതൽ മഴ കാണിക്കുന്നതായി. അതുകൊണ്ടാണ് ഈ നോർത്ത് ഈസ്റ്റ് മൺസൂൺ സമയത്ത് സദേൺ ഡിസ്ട്രിക്റ്റ് കൂടുതൽ റെയിൻഫോൾ കാണിച്ചത് താരതമ്യം ചെയ്യുമ്പോൾ. ആരുമായിട്ട്? നോർത്തേൺ ഡിസ്ട്രിക്ട്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പറയാൻ പറ്റിയത്. ക്ലിയർ ആണോ? അതിനിതാണ് കാരണം. ഇത്രയേ ഉള്ളൂ. സോ ദ മെയിൻ ലോക്കലി നോൺ ആസ് തുലാവർഷം എന്ത് വിളിക്കും? തുലാവർഷം എന്ന് നമ്മൾ ലോക്കലി അറിയപ്പെടാറുണ്ട്. ദ മെയിൻ ഫീച്ചർ ഓഫ് ദിസ് സീസൺ ഈസ് ഹെവി റെയിൻ ഡ്യൂറിങ് ആഫ്റ്റർനൂൺ ടുഗെദർ വിത്ത് ലൈറ്റ്നിങ് ആൻഡ് തണ്ടർ. ഇടിമിന്നൽ ഉണ്ടാവാറുണ്ട്. ദ ഡേയ്സ് ആർ യൂഷ്വലി വാം ആൻഡ് ഹ്യൂമിഡ് വിതൗട്ട് മച്ച് വേരിയേഷൻ ഇൻ ടെമ്പറേച്ചർ. പകൽ സമയം എന്ന് പറയുമ്പോൾ സാമാന്യം വാമായിരിക്കും, ചൂടുള്ള സമയം തന്നെയാണ്. അത്യാവശ്യം ഹ്യൂമിഡിറ്റി ഒക്കെ ഉണ്ടാകുന്ന കണ്ടീഷനൊക്കെയാണ് ഇവിടെ. അതിൻ്റെ ബാക്കി പത്രമായിട്ടുണ്ടാകുന്നുണ്ട്, ഞാനത് പറയാം. ആവറേജ് ടെമ്പറേച്ചർ ഒരു 35 ഡിഗ്രി സെൽഷ്യസ് മാക്സിമവും 29 ഡിഗ്രി സെൽഷ്യസ് മിനിമവും പറയാം. ഒരു 45 to 50 സെൻറ്റിമീറ്റേഴ്സിൻ്റെ മഴ നമുക്ക് പ്രതീക്ഷിക്കാം. അത്രയേ ഉള്ളൂ. ഇത് കേരളത്തിന് കിട്ടുന്ന മഴയുടെ കാര്യം കേട്ടോ. റെയിൻഫോൾ ടു കേരളത്തിന് കിട്ടുന്ന മഴയുടെ കാര്യം വെച്ചിട്ടാണ് പറയുന്നത്. അതൊരു 45 to 50 സെൻറ്റിമീറ്റേഴ്സിൻ്റെ ഒരു ലെവലിലുള്ള മഴ നമുക്ക് ഈ ഒരു നോർത്ത് ഈസ്റ്റ് മൺസൂൺ സമയത്ത് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. സോ ഇത് അതിൻ്റെ ഒരു ചുരുക്കമാണ്. മോറോർലെസ് റിമെയിൻസ് ദ സെയിം. ഇതിന് വലിയ വ്യത്യാസങ്ങളൊന്നും വരാനുള്ളത് 2022 ഡേറ്റയിലെ നോർത്ത് ഈസ്റ്റ് മൺസൂണാണ് കാണിച്ചിരിക്കുന്നത്. ദർ ഇസ് നോട്ട് ഹ്യൂജ് ഡിഫറൻസ് ഒന്നുമില്ല. അതിലും സൗത്ത് ഡിസ്ട്രിക്റ്റുകളിൽ താരതമ്യേന കുറച്ച് കൂടുതൽ മഴയും നോർത്തേൺ ഡിസ്ട്രിക്റ്റുകളിൽ താരതമ്യേന കുറച്ച് കുറഞ്ഞ മഴയും എന്ന രീതിയിൽ കാണാൻ സാധിക്കും. അതിൻ്റെ ഒരു റെപ്രസെൻറ്റേഷന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ഇത് മാർക്ക് ചെയ്തേ ഉള്ളൂ. ഏറ്റവും കൂടുതൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇടുക്കി ജില്ലയിൽ കാണാൻ പറ്റും, സൗത്തിൽ. ദെൻ പത്തനംതിട്ട കാണാൻ പറ്റും, കണ്ടോ. പിന്നെ ഉള്ളത് കോട്ടയം ജില്ലയാണ് കൂടുതലുള്ളത്. കോട്ടയവും കൊല്ലം ജില്ലയൊക്കെ കൂടുതൽ നമുക്ക് കാണാൻ പറ്റും. അതിനൊക്കെ ഒരുപാട് കുറവാണ്. ഈ എറണാകുളം മുതൽ ഇങ്ങോട്ടേക്കുള്ള ജില്ലകളുടെ കാര്യത്തിൽ കുറവാണ്. ഓക്കെ, റൈറ്റ്. ദി സൗത്ത് വെസ്റ്റ് മൺസൂൺ ആനുവൽ റെയിൻഫോൾ ഡിക്രീസസ് ഫ്രം നോർത്ത് ടു സൗത്ത്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. നോർത്ത് നിന്ന് സൗത്തിലേക്ക് വരുമ്പോൾ അത് കുറയുന്നു എന്ന് നമ്മൾ പറഞ്ഞു. 83% നോർത്തേൺ ഡിസ്ട്രിക്റ്റിൽ കിട്ടുമ്പോൾ 50% മാത്രമാണ് സദേൺ ഡിസ്ട്രിക്റ്റിൽ കിട്ടുക എന്നുള്ളൊരു വാല്യൂവിനെ പറ്റി നമ്മൾ നേരത്തെ പറഞ്ഞു പോയതാണ്. പിന്നെ നോർത്ത് ഈസ്റ്റ് മൺസൂൺ ഇൻക്രീസസ് ഫ്രം നോർത്ത് ടു സൗത്ത്. നോർത്ത് ഈസ്റ്റ് മൺസൂൺ നേരെ തിരിച്ചാണ്.
ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറയുകയാണ്. 9% ഇൻ കാസർഗോഡ്, 27% ഇൻ തിരുവനന്തപുരം. റൈറ്റ്. ഏറ്റവും കൂടുതൽ കിട്ടുന്നതും ഏറ്റവും കുറവ് കിട്ടുന്നതും കാര്യമുണ്ട്. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞു പോയതുകൊണ്ട് ഞാനത് പറയുന്നില്ല. അതിന് ശേഷമുള്ളൊരു സമയം, ഈ ഒക്ടോബർ എന്ന സമയത്ത് നമുക്കൊരു പ്രതിഭാസമുണ്ട്. ഒക്ടോബർ ഹീറ്റ് എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ കന്നിവെറി അല്ലെങ്കിൽ കന്നി വറവ് എന്നൊക്കെ പറഞ്ഞിട്ട് കേരളത്തിൽ മലയാളത്തിലും ലോക്കലി അറിയപ്പെടുന്ന ഒരു സാധനമാണ് ഈ ഒക്ടോബർ ഹീറ്റ്. ഈ ഒക്ടോബർ ഹീറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം സെപ്റ്റംബർ വരെ മഴക്കാലമാണല്ലോ. അപ്പോൾ സെപ്റ്റംബർ വരെ മഴക്കാലം എന്ന് പറയുമ്പോഴേക്കും അത് കഴിഞ്ഞാൽ പിന്നെ മഴയില്ല. അപ്പോൾ സെപ്റ്റംബർ കഴിഞ്ഞാണ് ഒക്ടോബറിൽ മഴയില്ല, മഴമേഘങ്ങളുമില്ല. അതാണ് അതിൻ്റെ വാസ്തവം. മഴയില്ല എന്ന് പറയുമ്പോൾ അതിനർത്ഥം മഴമേഘങ്ങൾ ഇവിടെ ഇല്ല, സെപ്റ്റംബർ മാസത്തിലില്ല എന്നുള്ളതാണ്. സെപ്റ്റംബറിൽ ഒക്ടോബർ മാസത്തിൽ. അപ്പോൾ സെപ്റ്റംബറോടുകൂടി പെയ്തൊഴിഞ്ഞ മഴ ലീവ് ചെയ്യുന്നത് വളരെ ക്ലിയർ ആയിട്ടുള്ളൊരു സ്കൈ ആണ്. വളരെ ക്ലിയർ ആയിട്ടുള്ളൊരു സ്കൈനെ ആയിരിക്കും, ഓപ്പൺ സ്കൈ, നോ ക്ലൗഡ്സ്. അതുകൊണ്ട് തന്നെ സൂര്യപ്രകാശം പകൽ സമയങ്ങളിൽ ഭൂമിയിലേക്ക് അല്ലെങ്കിൽ കേരളത്തിലേക്ക് കടന്നു വരുന്നതിന് ഒരു തടസ്സവുമില്ല എന്നുള്ള വാസ്തവം. അപ്പോൾ നല്ല പോലുള്ള ചൂടിൻ്റെ രശ്മികൾ എങ്ങോട്ടേക്ക് വരും, അല്ല വെയിലിൻ്റെ രശ്മികൾ എങ്ങോട്ടേക്ക് വന്ന് പതിക്കുന്നുണ്ട്, കേരളത്തിൻ്റെ മണ്ണിലേക്ക് വന്ന് പതിക്കുന്നുണ്ട്. പക്ഷേ ഈ ചൂട് വലിയ ഇതായിട്ട് തന്നെ ബാധിക്കില്ല, കാരണം മഴ ഉണ്ടായിരുന്നു കുറച്ച് തൊട്ട് കഴിഞ്ഞ മാസം വരെ എന്നുള്ളത് കൊണ്ട്. പക്ഷേ നല്ലപോലെ മഴ പെയ്ത് സാച്ചുറേറ്റഡ് ആയിട്ട് കിടക്കുന്ന മണ്ണിലേക്കാണ് നല്ല ചൂടുള്ള വെയിലടിക്കുന്നത്. കാരണം വേറെ തടസ്സമൊന്നുമില്ല, നേരിട്ട് വന്നടിക്കുക. അത് ഇന്ന് ഹ്യൂമിഡിറ്റി ഡെവലപ്പാകും, ഇവോപ്പറേഷൻ നടന്ന് ഹ്യൂമിഡിറ്റി ഡെവലപ്പാകും. അപ്പോൾ പകൽ സമയത്ത് നല്ല ചൂടും നല്ലപോലെ ഹ്യൂമിഡിഫൈ ചെയ്യുന്ന അന്തരീക്ഷവും കാണുമ്പോൾ വാട്ടർ വേപ്പറിൻ്റെ പ്രസൻസ് അന്തരീക്ഷത്തിൽ കൂടും. അപ്പോൾ ഈ ഭൂമിയിലേക്ക് വന്ന് ട്രാപ്പാകുന്ന സൂര്യരശ്മികൾ ടെറസ്ട്രിയൽ റേഡിയേഷൻ വരെ തിരിച്ചു പോകണം, എസ്കേപ്പ് ചെയ്യണം സ്കൈയിലോട്ട്. പക്ഷേ അത് എസ്കേപ്പ് ചെയ്യുന്ന സമയത്ത് ഈ വാട്ടർ മോളിക്യൂൾസ് അന്തരീക്ഷത്തിൽ പ്രസൻ്റായി നിൽക്കുന്ന അതിനെ എസ്കേപ്പ് ചെയ്യാൻ വിടില്ല. അങ്ങനെ വരുമ്പോൾ ഹീറ്റ് ഇവിടെ ട്രാപ്പായി പോകും. ഇത് എസെൻഷ്യലി നമ്മളെ ഒന്ന് പുഴുങ്ങിയെടുക്കണ മാതിരിയുള്ള ഫീലൊക്കെ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഭൂമിയിൽ അല്ലെങ്കിൽ കേരളത്തിൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു സമയം. അപ്പോൾ അതികഠിനമായ ചൂടായിരിക്കും. നല്ല വെയിൽ അവിടെ നിന്ന് അടിക്കുന്നുണ്ടായിരുന്നു, ആ വെയിൽ കാരണം ഭൂമി ചൂടാവുന്നുണ്ട്. അപ്പോൾ ഈ അതികഠിനമായ ചൂട്, നല്ല വെയിൽ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ആ വെയിൽ ഭൂമി അബ്സോർബ് ചെയ്ത് തിരിച്ചു വിടുന്നതിനെ നമ്മൾ ടെറസ്ട്രിയൽ റേഡിയേഷൻ എന്ന് പറയാം. അപ്പോൾ ഈ ടെറസ്ട്രിയൽ റേഡിയേഷൻ നടത്തുന്ന സമയത്ത് ആ റേഡിയേഷൻസ് ഭൂമിയിൽ നിന്നും പോകുന്ന ആ ചൂട് മുഴുവൻ എസ്കേപ്പ് ചെയ്ത് പോകണം അന്തരീക്ഷത്തിലോട്ട്. പക്ഷേ അത് എസ്കേപ്പ് ചെയ്ത് പോയില്ല എങ്കിൽ ഈ ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറയുന്ന ഇതാണ്. അപ്പോൾ ആ പറയുന്ന സൂര്യരശ്മികൾ ഭൂമിയിൽ നിന്നും എസ്കേപ്പ് ചെയ്ത് പോകാണ്ട് നമ്മുടെ ഈ ഭൂമിയിൽ തന്നെയുള്ള സർഫസിൽ തന്നെയുള്ള വാട്ടർ മോളിക്യൂൾസ് ഇതിനെ മുഴുവൻ ക്യാപ്ചർ ചെയ്യും. അങ്ങനെ ക്യാപ്ചർ ചെയ്ത് വാട്ടർ മോളിക്യൂൾസ് എല്ലാം നല്ല വാമായിട്ട് നിൽക്കും. അത് ഈ അന്തരീക്ഷത്തെ മൊത്തത്തിൽ എന്താക്കി മാറ്റും, വാമാക്കി മാറ്റുന്ന കണ്ടീഷൻ ഉണ്ടാവും. പിടികിട്ടുന്നുണ്ടോ? അത് വളരെ അസഹനീയമായൊരു കണ്ടീഷനാണ്. അസഹനീയമെന്ന് പറഞ്ഞുകൂടെ, എന്നാലും വളരെ ബുദ്ധിമുട്ടാണ്. വളരെയധികം ഹ്യൂമിഡിറ്റി ഒക്കെ ആയിട്ട് ഹ്യൂമിഡിഫയറിനകത്ത് കയറിയിരിക്കുന്ന ഫീല് ക്രിയേറ്റ് ചെയ്യും വിത്ത് ഹൈ ടെമ്പറേച്ചർ. സോ ആ ഒരു അവസ്ഥയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഒക്ടോബർ ഹീറ്റ്. കന്നിവറവ് എന്നൊക്കെ പറയുന്നത് നല്ല ഉഷ്ണമായിരിക്കും. By the beginning of October, the monsoon withdraws from the northern plains, yes. And the months of October and November form a period of transition from the hot rainy season to the dry winter season. Hot rainy എന്നല്ല, അതിന് ശേഷമുള്ള ഈ സമയം ഹോട്ടാണെന്ന്. The retreat of the monsoon is marked by clear skies and a rise in temperature. While day temperature are high, night are cool and pleasant. The land is still moist and the weather becomes rather oppressive during the day and is known as October heat. രാത്രി സമയങ്ങളിൽ പ്രശ്നമില്ല കേട്ടോ, കാരണം സൂര്യപ്രകാശം അടിക്കുന്ന സമയത്താണ് ഈ ഹ്യൂമിഡിഫൈ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുക. അതുകൊണ്ട് പകൽ സമയത്താണ് നമുക്ക് എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ഈ ഒരു ചൂട് അനുഭവപ്പെടുന്ന വരുള്ളൂ. രാത്രി ആകുമ്പോഴേക്കും എസ്കേപ്പ് ചെയ്ത് പോകും, കാരണം ആ ഒരു ഹ്യൂമിഡിറ്റി വീണ്ടും സപ്രസ് ആകും. കാരണം സൂര്യപ്രകാശം നഷ്ടപ്പെടുമ്പോൾ ഈ ഹ്യൂമിഡിറ്റി സപ്രസ് ആയിട്ട് വീണ്ടും പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ചൂട് എസ്കേപ്പ് ചെയ്ത് പോകും. അതുകൊണ്ട് രാത്രി പ്ലസൻറ്റ് കണ്ടീഷൻ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ പകൽ സമയമാണ് ഇതിനകത്ത് ഏറ്റവും വില്ലനായിട്ട് നിലകൊള്ളുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുക. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമുണ്ട്, ഇപ്പോൾ നമ്മൾ സമ്മർ സീസണിൽ നമുക്ക് അത്യാവശ്യം മഴയൊക്കെ കിട്ടുമെന്ന് പറയാം. അത്തരത്തിൽ കിട്ടുന്ന മഴയാണ് നമ്മൾ ഈ മാംഗോ ഷവേഴ്സ് എന്നൊക്കെ വിളിക്കുന്നത്. പ്രീ മൺസൂൺ ഷവേഴ്സ് എന്നും പറയാം. മൺസൂണിന് മുമ്പായിട്ട് നമുക്ക് കിട്ടുന്ന ഷവേഴ്സാണത്. അതുകൊണ്ട് പ്രീ മൺസൂൺ ഷവർ എന്നും പറയാം. ഇത് മഴ പെയ്യുന്നതിന്, മഴക്കാലമാകുന്നതിന് മുമ്പ് നമുക്ക് കിട്ടുന്ന മഴ. ഇതിനെന്തുകൊണ്ട് മാംഗോ ഷവേഴ്സ് എന്ന് വിളിച്ചാൽ, ഫോർ എക്സാമ്പിൾ കർണാടക, കേരള പോലുള്ള സംസ്ഥാനങ്ങളുടെയൊക്കെ മാമ്പഴം ഉണ്ടാകുന്നതിനല്ല, മാമ്പഴം റൈപ്പണിങ് ചെയ്യുന്നതിന്, അതായത് പഴുപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് ഈ ഒരു മഴ സഹായിക്കും. അത് നല്ലപോലെ ചൂടായിട്ട് വാമായിട്ട് നിൽക്കുന്ന കണ്ടീഷനിൽ ഒരു തണുത്ത മഴ പെയ്യുമ്പോൾ പെട്ടെന്ന് ഇതങ്ങ് ഇതാവും, റൈപ്പൻ ചെയ്യും, പഴുക്കും മാമ്പഴങ്ങൾ.
അങ്ങനെ ഈ മാമ്പഴം പഴുപ്പിക്കാൻ സഹായിക്കുന്ന തരത്തിൽ പെയ്യുന്ന മഴയാണ് എന്ന രീതിക്കാണ് ഇതിന് മാംഗോ ഷവേഴ്സ് എന്ന് പേര് വരുന്നത്. These rains are usually seen in the end of summer season. These rains help in the ripening of mangoes and therefore called the mango showers. സമയം ചോദിച്ചാൽ ഒരു ഏപ്രിൽ മെയ് മാസമൊക്കെയാണ്, അതായത് എൻഡ് ഓഫ് സമ്മർ, കൂടുതലും ആ ഒരു മെയ് മാസത്തിലൊക്കെ കാണുന്നതാണ്. ഇതേസമയം നോർത്തേൺ പ്ലെയിൻസിൽ നമുക്ക് ഒരു ചൂട് കറണ്ട് ഉണ്ടാകുന്നുണ്ട്, അതിനെ ലൂ എന്ന് നമ്മൾ വിളിക്കും. പിന്നെ അസം മേഖലയിലും പശ്ചിമ ബംഗാളിലും ഒക്കെ നോർ വെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞൊരു മഴയുണ്ട്, അതിനെ ബർദോളി ചീര എന്ന് ആസാമിൽ വിളിക്കും, കാൽ ബൈശാഖി എന്ന് പശ്ചിമ ബംഗാളിൽ വിളിക്കുകയും ചെയ്യുന്നുണ്ട്. അതെല്ലാം ഈ സമ്മർ സീസണിൽ ഉണ്ടാകുന്ന മഴക്കാറ്റുകളും മഴയുമാണ്. അതുകൊണ്ട് നമുക്ക് ഈ മാംഗോ ഷവേഴ്സിന് പുറമെ നമുക്ക് ബ്ലോസം ഷവേഴ്സ് എന്ന് പറയുന്ന മറ്റൊരു പ്രതിഭാസം കാണാൻ പറ്റും. പ്രത്യേകിച്ച് കർണാടക മേഖലയിലും മറ്റുമൊക്കെ ആയിട്ട് കാണുന്നതാണ്, കേരളം കർണാടക പോലുള്ളങ്ങളിൽ ബ്ലോസം ഷവേഴ്സ്. ബ്ലോസം ഷവർ എന്ന് പറഞ്ഞാൽ കാപ്പിച്ചെടിയില്ലേ, നമ്മുടെ കോഫി പ്ലാന്റ്സ് പൂവിടുന്നതിന്, ബ്ലോസം ചെയ്യുന്നതിന്, ബ്ലോസം മീൻസ് പൂവിടുന്നതിന് സഹായിക്കുന്ന മഴയാണ് ഈ ബ്ലോസം ഷവേഴ്സ് എന്ന് പറയുന്നത്. അതും ഈ മാർച്ച് മുതൽ ഏപ്രിൽ വരെയുള്ള സമയത്തിനിടയിലൊക്കെയാണ് കാണുന്നത്. കുറച്ചുകൂടി എൻഡ് ഓഫ് ദി സമ്മർ ആവേണ്ട, അതിന് തൊട്ട് മുമ്പായിട്ട് കാണുന്നു, മാർച്ച് ഏപ്രിൽ സമയങ്ങളിലൊക്കെ ആയിട്ട്. ഈ നോർ വെസ്റ്റേഴ്സ് അത്യാവശ്യം ഭയങ്കര തണ്ടറും ലൈറ്റ്നിങ്ങും ഒക്കെ കൂടി ഉച്ചയ്ക്ക് ശേഷം ഇടിമിന്നലോട് കൂടി അതികഠിനമായ രീതിയിലുള്ള ഒപ്രസീവായിട്ട് പെയ്യുന്ന ഒരു മഴയാണ് കേട്ടോ ഈ കാൽബൈശാഖി എന്നൊക്കെ പറയുന്നത്. കാൽബൈശാഖി എന്ന റീജിയണൽ നെയിമാണ്, പശ്ചിമ ബംഗാളിലാണ് കാൽബൈശാഖി. ഇതേ റീജിയനിൽ ഇത് നോർ വെസ്റ്റേഴ്സ് എന്നാണ് നമ്മളുടെ ജനറലി പേര്. ഇതേ സാധനം ആസാമിൽ പെയ്യുമ്പോൾ നമ്മൾ അതിനെ എന്ത് വിളിക്കും, ബർദോളി ചീര എന്ന് വിളിക്കും എന്നുള്ളതാണ്. സോ ദീസ് ആർ മാസീവ് ഈവനിങ് thunderstorms in Assam and Bengal. These showers are useful for rice, jute and tea cultivation. Bardoli Chira is the name of these storms in Assam. They are showers in the month of Baishakh. അതുകൊണ്ടാണ് എന്നെ കാൽ ബൈശാഖി എന്ന് വിളിക്കുന്നത്. Due to the notorious nature of these storms, they are known as കാൽ ബൈശാഖി എന്ന് വിളിക്കും. ഏപ്രിൽ മെയ് സമയങ്ങളിൽ തന്നെ. ബ്ലോസം ഷവേഴ്സും നമ്മൾ സൂചിപ്പിച്ചു ഏത് സമയത്തായിട്ട് ഉണ്ടാകുന്നു എന്നുള്ളത്. റൈറ്റ്, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയും ആയപ്പോഴേക്കും നമ്മുടെ സീസണുകൾ കേരളത്തിൻ്റേതും കൃത്യമായി പഠിച്ചു, ക്ലൈമറ്റുമായി ബന്ധപ്പെട്ടത്. അപ്പോൾ കഴിഞ്ഞ 2 ക്ലാസ്, ഈ ക്ലാസ്സും കഴിഞ്ഞ ക്ലാസ്സിലൂടെയാണ് നമ്മൾ കേരളത്തിൻ്റെ ക്ലൈമറ്റ് ഒന്ന് വിശകലനം ചെയ്ത് മുന്നോട്ട് പോയിരിക്കുന്നത്. നമ്മളിതുവരെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ വസ്തുതയെല്ലാം വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുന്ന പ്രതീക്ഷയാണ് എനിക്കുള്ളത്. ക്ലൈമറ്റിനെ പറ്റിയിട്ടുള്ളൊരു വിശകലനം നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയിട്ടുണ്ടാവും. ഏറെക്കുറെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെയാണ് നാളിതുവരെ PSC ചോദിച്ച് കണ്ടിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് നല്ലപോലെ മനസ്സിലായിട്ടുണ്ട് എന്ന പ്രതീക്ഷയോടുകൂടി വൈൻഡപ്പ് ചെയ്യുന്നു. നമുക്ക് ബാക്കി മറ്റൊരു കണ്ടൻറ്റുമായിട്ട് അടുത്ത ദിവസം കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു.